നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1708 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ രശ്മി MD ആണ്. ഡോക്ടർ തിരുവനന്തപുരം ജില്ലയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. വക്കം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തു വരുന്നു. ഡോക്ടറുടെ ആസ്മ ചികിത്സയിൽ ഹോമിയോപ്പതി ആസ്മയിൽ എങ്ങനെയാണ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. എനിക്ക് പരിചയമുള്ള ഡോക്ടറാണ്. ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അതുപോലെ തന്നെ ഇന്ന് ഈ രശ്മി ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ രശ്മിയെയും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യുക. മ്യൂട്ടാണ് ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടറെ, നമ്മള് റീച്ചിലൊക്കെ ഡോക്ടർ വരുമായിരുന്നല്ലോ. ഞാൻ കൺവീനർ ആയിരുന്നപ്പോഴേ ഡോക്ടർ കൺവീനർ ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? കിളിമാനൂർ. അതെ, ഓക്കെ, തുടങ്ങട്ടെ എന്ന്. ഓക്കെ, തുടങ്ങാം. അപ്പൊ ഇന്ന് വേൾഡ് ആസ്മ ഡേ ആണ്. അത് ശരിക്കും മെയ്യില് ഫസ്റ്റ് ട്യൂസ്ഡേ ആണ് നമ്മള് വേൾഡ് ആസ്മ ഡേ ആഘോഷിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. ആസ്മ ശരിക്കും ഞാൻ വക്കം മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ ഒരു ദിവസം ആസ്മ OP പോകുന്നുണ്ട് ആറ്റിങ്ങല്. അപ്പൊ അവിടെ ശരിക്കും ആസ്മ കേസ്, എനിക്ക് ടിപ്പിക്കൽ ആസ്മ കേസ് കുറവാണ്. ശരിക്കും വരുന്ന അലർജിക് റൈനൈറ്റിസ് കേസസ് ആണ്. അപ്പൊ അലർജിക് റൈനൈറ്റിസും കൂടാതെ തന്നെ ആസ്മയും കാണും. പിന്നെ അട്ടിക്കേറിയ കേസ് ഒരുപാട് വരുന്നുണ്ട് അലർജി OP ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ ആസ്മേനെ അലർജി റൈനൈറ്റിസിനെ കുറിച്ചും പറയാം. പിന്നെ അത് കുറച്ച് കേസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ സാർ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു ദിവസമേ പോയുള്ളൂ, സാറ്റർഡേ. അപ്പൊ ഉള്ള കേസ് എൻ്റെ ഉള്ളത് പറയാം. ഞാൻ ഓർമ്മയിൽ നിന്നും കൂടെ കുറച്ച് പറയാം. അപ്പൊ ഞാൻ ഇനി തുടങ്ങട്ടെ. ഓക്കെ, തുടങ്ങാം. അപ്പൊ ആസ്മ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു മേജർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അത് കുട്ടികളിലും അഡൾട്ട്സിലും ഒരുപോലെ കാണാവുന്ന ഡിസീസസ് ആണത്. പിന്നെ അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെസ്റ്റ് ടൈറ്റ്നെസ്സും ശരിക്കും ശ്വാസം എടുക്കാനും പുറത്ത് വിടാനും ഒക്കെ ബുദ്ധിമുട്ട്, മ്യൂക്കസ് അക്യുമുലേഷൻ കാണും. പിന്നെ മസിൽ ടൈറ്റനിങ്, സ്മോൾ ബ്രോങ്കിയോൾസിൽ വരുന്ന ഒരു മസിൽ ടൈറ്റനിങ് കാരണമാണ് ഈ ചെസ്റ്റ് ടൈറ്റ്നെസ്സും ഈസിങ്ങും ഒക്കെ വരുന്നത്. പിന്നെ അത് കൂടുതലും പ്രശ്നം എന്ന് വെച്ചാൽ നാരോയിങ് കാരണമാണ്. എക്സലേഷൻ ആണ് കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നത്. എല്ലാവരും ഇൻഹലേഷനും ഉണ്ട്, പക്ഷെ കൂടുതൽ എക്സലേഷൻ ആണ് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ആസ്മ അവിടെ വരുന്ന കേസ് മിക്കതും ഫെമിലിയലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവരും ജനറ്റിക് ഇത് പറയും, ഫാമിലിയിൽ ആസ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ്, അല്ലെങ്കിൽ സ്കിൻ കംപ്ലൈൻസ്, എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. അപ്പൊ ഇത് ശരിക്കും ഇതെല്ലാം റൺസ് ഇൻ ഫാമിലീസ്, ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ ഇതിന്റെ കോസസ് എന്ന് പറയുമ്പോൾ ജനറ്റിക് കോസ് ഉണ്ട്. പിന്നെ ട്രിഗേർഡ് ബൈ ഇത് ഡസ്റ്റ്, പിന്നെ അനിമൽ ഫറും, പിന്നെ നമ്മുടെ പൊല്യൂഷൻ, നമ്മുടെ ഈ മൾട്ടിപ്പിൾ ലൈഫ് സ്റ്റൈൽസ്, ഈ ഫുഡിന്റെ പ്രശ്നം. കുട്ടികൾക്ക് ഇപ്പോഴേ ജങ്ക് ഫുഡ്സും പിന്നെ കളർ ഉള്ള ഫുഡ്സും ഒക്കെ കൊടുക്കുന്നത് ഒരുപാട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഒത്തിരിയും കുട്ടികൾ ഈ ഇത് കഴിക്കുന്ന നമ്മളെ ഇപ്പോഴത്തെ ഫുഡ്സ് ഉണ്ടല്ലോ, അത് കഴിക്കുന്ന കുട്ടികൾ ഒരുപാട് ആസ്മ അറ്റാക്സ് ഇങ്ങനെ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അലർജിക് റൈനൈറ്റിസും ഇപ്പോഴേ കുട്ടികൾക്ക്, കുഞ്ഞു പിള്ളേർക്ക് തന്നെ ഇപ്പോഴേ ഫുഡ് അലർജിയും ഒക്കെ ഉണ്ട്. മിക്ക കുട്ടികൾക്കും പാല് പ്രശ്നമാണ്. പിന്നെ വെതർ പ്രശ്നമുണ്ട്, കോൾഡ് വെതറിൽ ട്രിഗർ ആവാം. പിന്നെ ഫ്യൂംസ്, ഹൈ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ ട്രിഗർ ആവുന്നതുണ്ട്. പിന്നെ വൈറൽ റെസ്പിറേറ്ററി സിംറ്റംസ് വരുന്നതുകൊണ്ട്, വൈറൽ ഇൻഫെക്ഷൻസ് കാരണം ആസ്മയിലോട്ട് അത് വിടുന്നത്, അത് റിക്കറന്റ് അറ്റാക്ക് അത് ലീഡ് ചെയ്യും. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ പ്രീമേച്ചർ ബേബീസിൽ യൂഷ്വലി കാണാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള അഡൾട്ട്സിലും കുട്ടികളിലും ഈ ആസ്മ കാണാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ഉള്ളത് ലോ ബർത്ത് വെയിറ്റ് കുട്ടികൾ കാണും. പിന്നെ ഒരു അറ്റോപിക് ട്രയാഡ് എന്ന് പറയുന്നത് അലർജിക് റൈനൈറ്റിസും ആസ്മയും ഈ എറ്റോപിക് എക്സിമ മൂന്നും കൂടെ ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ട് കാണും. ഈ ആസ്മ പ്രീഡിസ്പോസിങ് ഫാക്ടർ എന്നാണ് പറയുന്നത് അലർജിക് റൈനൈറ്റിസിനും എക്സിമയ്ക്ക്. പിന്നെ ഇതിന്റെ സിംറ്റംസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുമ ഉണ്ടാവും, വലിവ് ഉണ്ടാവും, പിന്നെ ഈ ചെസ്റ്റ് ടൈറ്റ്നസ്. അവർക്ക് ഇങ്ങനെ ഭയങ്കര എനിക്കും ഉണ്ടായിരുന്നു, എന്റെ മോക്കും അതേപോലെ തന്നെ ഉണ്ട്. അവളിങ്ങനെ ചെസ്റ്റ് ടൈറ്റ്നസ് ആണ് പറയുന്നത്, ശ്വാസം ഒന്നും ഉള്ളിൽ ലങ്സിന് താഴെ വരെ എത്തുന്നില്ല അങ്ങനെയാണ് പറയുന്നത്. മിക്കവാറും ഓക്സിജൻ കണ്ടന്റ് ഒക്കെ കുറയാൻ ചാൻസസ് ഉണ്ട്. എന്റെ 1-2 കേസ് ഇങ്ങനെ, ചില കേസസ് ഒക്കെ ഇങ്ങനെ കുളമായിട്ടുണ്ട്. അതിൽ ഓക്സിജൻ കണ്ടന്റ് ഇങ്ങനെ കുറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന കേസസ് ആണ് 1-2 കേസസ്. പിന്നെ ഇത് മിക്കവാറും ഇത് നൈറ്റ് അഗ്രവേഷൻ ആയിരിക്കും. ഡേ ടൈമിലും വരും, മിക്കപ്പോഴും നൈറ്റ് അഗ്രവേഷൻ ആയിരിക്കും. പിന്നെ എക്സലേഷൻ ബുദ്ധിമുട്ടും ആണ്. ഇൻസ്പിറേഷനും ഉണ്ട്, എക്സലേഷൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയാണ് കുറച്ച് ആസ്മയുടെ പ്രശ്നങ്ങൾ. ഡോക്ടറെ മ്യൂട്ടായി പോയി, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതിന്റെ ടെസ്റ്റ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. അതിൽ സ്പൈറോമെട്രി, പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ ആണ്. പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം എക്സൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതാണ്. ഇത് ശരിക്കും ഒരു എക്സലേഷൻ പ്രശ്നമാണല്ലോ. അപ്പൊ എക്സൈൽ ചെയ്യാൻ എത്രത്തോളം നമുക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ അലർജി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് അലർജിക് റൈനൈറ്റിസിനും ചെയ്യും. സ്കിൻ ടെസ്റ്റോ പ്രിക് ടെസ്റ്റോ, അത് ഏത് അലർജൻ ആണ് നമുക്കിത് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ റുട്ടീൻ ചെയ്യാം. റുട്ടീനിൽ നമുക്ക് പൊതുവെ റുട്ടീനിൽ വലിയ ചേഞ്ചസ് കാണത്തില്ല. ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ആസ് യൂഷ്വൽ WBC കൂടുതലായിരിക്കും. പിന്നെ അലർജിക് ടെൻഡൻസി ഉള്ളവരിലാണെങ്കിൽ ഇസ്നോഫിൽസ് കാണും. സ്പ്യൂട്ടത്തിൽ ചിലപ്പോൾ ഇസ്നോഫീലിയ ഉണ്ടാവാം. പിന്നെ ഉള്ളത് നമ്മൾ പൊതുവെ അലർജിക് റൈനൈറ്റിസിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ AEC നോക്കും, IgE നോക്കും. ഇത് ശരിക്കും അലർജിക് റൈനൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആസ്മയാണെങ്കിൽ അവരിൽ IgEയും AECയും കൂടുതലായിരിക്കും. പിന്നെ അർട്ടിക്കേറിയ ഉള്ളവർക്കും IgE കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇത്രയാണ് ഒരു ആസ്മയുടെ ഒരു ഡയഗ്നോസിസ്. പിന്നെ ക്ലാസിഫിക്കേഷൻ 4 ടൈപ്സ് ആണ് ആസ്മ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൈൽഡ് ഇന്റർമീഡിയറ്റ്, അത് മൈൽഡ് സിംറ്റംസ് ആണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് നൈറ്റിൽ വരുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡേ ടൈമിൽ, മന്തിലാണെങ്കിൽ ട്വൈസ്. പിന്നെ മൈൽഡ് പെർസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസത്തിൽ കൂടുതൽ കാണും. പിന്നെ ഉള്ളത് മോഡറേറ്റ് പെർസിസ്റ്റന്റ് ആണ്. അത് ആഴ്ചയിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും വൺസ് എ ഡേ ആണ്. എന്ന് വെച്ചാൽ ദിവസവും കാണും, ഒരിക്കൽ കാണും, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് സിവിയർ പെർസിസ്റ്റന്റ് ആണ്. സിവിയർ പെർസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് അറ്റാക്സ് ഉണ്ടാവും. അതാണ് സിവിയർ പെർസിസ്റ്റന്റ്. അപ്പൊ 4 ടൈപ്സ് ആണ്. മൈൽഡ് ഇന്റർമീഡിയന്റ് ഉണ്ട്, മൈൽഡ് പെർസിസ്റ്റന്റ് ഉണ്ട്, മോഡറേറ്റ് പെർസിസ്റ്റന്റ് ഉണ്ട്, സിവിയർ പെർസിസ്റ്റന്റ്. പിന്നെ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം അലർജിക് റൈനൈറ്റിസ് ഇല്ലാത്ത ആരുമില്ല. അപ്പൊ അവിടെ ഒത്തിരി ഒരു 40 കേസ് വരെയാണെങ്കിൽ അത് 30 അലർജിക് റൈനൈറ്റിസ് ആയിരിക്കും. എല്ലാവരും പറയുന്നത് ഈ മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, റൈനോറിയ, ഈ വെള്ളം പോലെ ഡിസ്ചാർജ് വരുന്നത്. പിന്നെ പൊടി, കൂടുതൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഹൗസ് ഡസ്റ്റ് അല്ലെങ്കിൽ മോൾഡ്. പഴയ തുണി എടുത്തിട്ട് അങ്ങനെ അലർജി വരുന്നതാണ്. തുമ്മലും പിന്നെ നേസൽ കഞ്ചഷൻ കാണും, റെഡ്നെസ് ഓഫ് ഐസ്, കണ്ണിൽ നിന്നും വെള്ളം വരും, മൂക്കിൽ നിന്നും വെള്ളം വരും, ഒരു അസ്വസ്ഥത, ആകെ കൂടി ഒരു അസ്വസ്ഥത. പിന്നെ ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇതായിട്ട് ആസ്മയിലോട്ട് വരുന്ന കേസസും വരും. പിന്നെ അലർജിക് റൈനൈറ്റിസിൽ നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IgEയും AECയും ആണ്, അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ട്. പിന്നെ അതില് സ്കിൻ ടെസ്റ്റും പ്രിക് ടെസ്റ്റും ഒക്കെ ചെയ്യാം. പക്ഷെ അതില് അലർജൻസ് നമുക്ക് ആ ഒരു ഉള്ള അലർജൻസിനെ നമുക്ക് പറ്റത്തുള്ളൂ, അല്ലാത്തത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇതില് കേസിൽ അവിടെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ 3500 4000 IgE വരെയുള്ള കേസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പിന്നീട് IgE ചെയ്യാൻ പറഞ്ഞ കേസൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഞാൻ അടുത്തത് കേസിലോട്ട് പോട്ടെ. കേൾക്കുന്നില്ല?
കേസിലോട്ട് പോകാൻ ഡോക്ടറെ, അതിന് മുമ്പ് ഒരു സംശയം ഒന്ന് ക്ലിയർ. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ 70% കുട്ടികൾക്കും ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ ഈ അലർജി കാണുന്നുണ്ടല്ലോ. റൈനൈറ്റിസും ആണ് പ്രധാനമായിട്ട് കാണുന്നത്. അതിന് അതെ അതെ. പ്രത്യേകിച്ച് എന്തെങ്കിലും റീസൺ കറക്റ്റ് ആയിട്ട് എന്താണ്? എനിക്ക് തോന്നുന്നത് ഈ കുറെ പേര് വരുന്നത് വെച്ചാൽ, ഞാൻ ചോദിക്കുമ്പോ റബ്ബർ ഉള്ള ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഒത്തിരി ഇങ്ങനെ റൈനൈറ്റിസ് പറയുന്നുണ്ട്. റബ്ബർ അപ്പൊ അവര് തന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഒത്തിരി പേർക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡസ്റ്റ്. ഇപ്പൊ ഒത്തിരി പൊല്യൂഷൻ ആണല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഡസ്റ്റിന്റെ ആ ഒരു പ്രശ്നം, പുറത്ത് ഈ റോഡ് സൈഡ് താമസിക്കുന്നവര്. പിന്നെ ഡാംനെസ്. ഈ ഞാൻ ചോദിക്കുമ്പോ അങ്ങനെ അടുത്ത് എന്തെങ്കിലും വയലോ അങ്ങനെ എന്തെങ്കിലും അത് മിക്കവാറും കാണും. പിന്നെ ഈ ഫുഡിന്റെ പ്രശ്നം ശരിക്കും ഉണ്ട്. പാരന്റ്സിന്റെ ഫുഡ്, ഇപ്പം ചിലപ്പം പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ ഫുഡ് ശ്രദ്ധിക്കാത്തത് ആ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം പിള്ളേർക്ക് മിക്കവർക്കും ഞാൻ ചോദിക്കുമ്പോ അവര് കൊടുക്കുന്നതെല്ലാം ഈ ബേക്കറി ഫുഡ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അതും ഒക്കെ ഒരു കാരണമാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, തൈറോയ്ഡ് ആയാലും, ഞാൻ പണ്ട് തൈറോയ്ഡ് ഒപ്പിയിൽ ഇരുന്നിട്ടുണ്ട്. അതിലായാലും ഇങ്ങനെ തന്നെയാണ്. തൈറോയ്ഡ് ജനിക്കുന്ന കുട്ടികൾക്ക് വരെ ഉടനെ തൈറോയ്ഡ് അങ്ങനെ അവിടെ കൊണ്ടുവരാറുണ്ട്. ഒരുപാട് പേരുണ്ട് തൈറോയ്ഡ് കേസസ്. ഈ അലർജിക് റൈനൈറ്റിസിന്റെ കൂടെ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളവരും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു ഫുഡിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കെമിക്കൽസും ഇതൊക്കെ ആയിട്ട്. ഒരു മോന്റെ കേസാണ്, 13 വയസ്സായ ഒരു മോൻ. അത് എപ്പോഴും പോലത്തെ സിംറ്റംസ് തന്നെയാണ്, എല്ലാവർക്കും വരുന്ന പോലത്തെ ആസ് യൂഷ്വൽ അലർജിക് റൈനൈറ്റിസ് സിംറ്റംസ് ആണ്. സ്നീസിങ്, അഗ്രിവേഷൻ, ഡസ്റ്റ്, നൈറ്റ്, ഏർലി മോർണിംഗ്. മിക്കവരും ഇത് തന്നെയാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ കൂടുതലും ഇപ്പൊ അക്യൂട്ട് ആയിട്ടല്ല, ക്രോണിക് ആയിട്ട് വരുന്ന പേഷ്യൻസ്, ഇപ്പൊ അക്യൂട്ട് സിംറ്റംസ് ഇല്ലാത്തവർക്ക് ഞാൻ കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നോക്കി കൊടുക്കാനാണ് നോക്കുന്നത്. അല്ലാതെ എനിക്കൊന്നും വേറെ മെഡിസിൻസ് ഒന്നും എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു സിംറ്റംസും ഇല്ല, ഒരു രക്ഷയില്ല, ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കണ്ണുടച്ച് പ്രോമിയോ, നക്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ മോനാണെങ്കിൽ ഇത് ഈ ആസ് യൂഷ്വൽ ഒരു ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞത് ഡ്രൈനെസ് ഓഫ് ബട്ടക്സ് ഏരിയ, ഭയങ്കര ഡ്രൈനെസ് ആണ്, ഭയങ്കര ചൊറിച്ചിലാണ്, ഡ്രൈ സ്കിന്നാണ്, കൂടുതലും ബട്ടക്സ് ഏരിയയിലാന്നാ പറഞ്ഞത്. പിന്നെ ഇവന് എല്ലാം ഇഷ്ടമാണ്, സോൾട്ട്, സോറ്, പഞ്ചന്റ് എല്ലാം കഴിക്കാൻ. അങ്ങനെ ഫുഡിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ സോൾട്ട് കേട്ടതും കണ്ണടച്ച് നാട്രമൂർ വണ്ണം കൊടുത്തു. ഹോട്ട് പേഷ്യന്റ് ആണ്, ഭയങ്കര ഹോട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നാട്രമൂർ വണ്ണമിൽ അങ്ങനെ ഒരു വ്യത്യാസവും കണ്ടില്ല. പിന്നെ അപ്പൊ ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് വ്യത്യാസം വന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു കുറച്ചും കൂടെ, 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് വന്നപ്പോ പിന്നെ എനിക്ക് തോന്നി നാട്രമൂർ അല്ല, സൾഫർ വണ്ണം ഒന്ന് കൊടുത്തു നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ സൾഫർ വണ്ണം കൊടുത്തപ്പോ നല്ല റിലീഫ് ഉണ്ട്. ആ മോനാണെങ്കിൽ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലർജിയുടെ ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഈ സൾഫർ വണ്ണം കൊടുത്തതിന് ശേഷം അത്രയും അങ്ങോട്ട് അലർജിയുടെ ടാബ്ലറ്റ് അങ്ങ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, കൂടുതലും എനിക്ക് അലർജിക് റൈനൈറ്റിസിൽ എനിക്ക് സൾഫർ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭയങ്കര ചൊറിച്ചിലും പിന്നെ ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് സൾഫർ എന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അത് വണ്ണം ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ 50 ml ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. 50 ml തന്നെ നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത കേസ് അതും ഇതുപോലെ അലർജിക് റൈനൈറ്റിസ് ആണ്. കഫും ഡിസ്നിയും വരും. ഇത് കൂടുമ്പോൾ കോഫും ഡിസ്നിയും ആസ്മാറ്റിക് അറ്റാക്സ് വരാറുണ്ട്. അത് അഗ്രവേഷൻ വരുന്നത് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഒന്നീ തണുപ്പിൽ നിന്നും ചൂടോ, ചൂടിൽ നിന്നും തണുപ്പിലോട്ട് പോകുമ്പോഴോ ഇങ്ങനെ ആസ്മ, ഈ തുമ്മൽ വന്നിട്ട് പിന്നെ ചുമ, ആസ്മ വരും, പിന്നെ തലവേദന വരും. അങ്ങനത്തെ സിംറ്റംസാ പറഞ്ഞത്. അപ്പൊ ആദ്യം ഇങ്ങനെ തണുപ്പിൽ നിന്നും ചൂടെന്നാണ് ആ കുട്ടി പറഞ്ഞത്. പിന്നെ ചൂടിൽ നിന്നും തണുപ്പ് പോയാലും ഉണ്ട്. ഹോട്ട് പേഷ്യന്റ് ഹോട്ടോ കോൾഡോ അങ്ങനെയൊന്നും എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടിക്ക് ഹോട്ട് ആയാലും കുഴപ്പമില്ല, കോൾഡ് ആയാലും കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ. അപ്പൊ ഞാൻ ബ്രൈ ആണ് കൊടുത്തത്. ബ്രൈ അപ്പോഴക്യൂട്ട് ആയിട്ട് ആ കുട്ടി വന്നത്, നല്ല ചുമയും തുമ്മലൊക്കെ ആയിട്ടാ വന്നത്. അപ്പൊ ബ്രൈ 200 കൊടുത്തപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരാൻ പറഞ്ഞു. റിപ്പീറ്റഡ് ഡോസ് ആയിട്ടാണ് കൊടുത്തത്. ഞാൻ അക്യൂട്ടിന് എപ്പോഴും റിപ്പീറ്റഡ് ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്, 200. അപ്പം അത്യാവശ്യം കുറച്ച് റിലീഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഒരാഴ്ചയോളം ഒന്നും കൊടുക്കാതെ ബ്ലാങ്ക് പിൽസ് കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് വന്നപ്പോൾ ബ്രൈ വണ്ണം കൊടുത്തു. ബ്രൈ വണ്ണം 2 ഡോസ് കൊടുത്തു. അന്നും അതിന്റെ പിറ്റേ ദിവസം ബ്രൈ വണ്ണമിൽ ഇച്ചിരി നല്ല റിലീഫ് ഉണ്ടെന്നാ പറഞ്ഞു. ആദ്യം ഇനിഷ്യലി ബ്രൈ വണ്ണമിൽ റിലീഫ് വന്നു. പക്ഷെ പിന്നെ ചുമയൊക്കെ വന്നിട്ട് മാറുന്നില്ല. പിന്നെ ഞാൻ ഫോസ്ഫറസ് കൊടുത്തു. എന്തോ എനിക്ക് ഫോസ്ഫറസ് കൊടുക്കാൻ തോന്നി, ഈ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് പറഞ്ഞപ്പോൾ. പക്ഷെ ഫോസ്ഫറസിൽ ഒരു റിലീഫ് കിട്ടി. പിന്നെ ആ കുട്ടി വന്ന് തലവേദനയായിട്ട് വന്നപ്പോൾ ഞാൻ നാട്രമൂറ കൊടുത്തു. നാട്രമൂറിൽ തലവേദന നന്നായിട്ട് മാറി. പിന്നെ തലവേദന വന്നിട്ടല്ല. പിന്നെയും ആ കുട്ടി വന്നിട്ട് നല്ല കുറവുണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചുമ, ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ തുമ്മൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ
ബ്രൈറ്റ് NM ആ കൊടുത്തത്. ബ്രൈറ്റ് NM കൊടുത്തപ്പോൾ ഒരു റിലീഫ് ഉണ്ട്, വല്ലപ്പോഴേ വരുന്നുള്ളൂ എന്ന്. അതിനകത്ത് ബ്രൈറ്റ് NMലാണ് ആ കേസ് റിലീവ് ആയത്. പിന്നെ നെക്സ്റ്റ് സൂര്യ എന്ന് പറയുന്ന ഒരു കുട്ടി, 29 ഇയേഴ്സ്. ആ കുട്ടി അതിന് ഈ സെയിം സിംറ്റംസ് തന്നെയാണ്, അലർജിക് റൈനൈറ്റിസ്. പിന്നെ അത് ഇങ്ങനെ ചുമയാവും, ഭയങ്കര ആസ്മാറ്റിക് അറ്റാക്സ് ഇല്ല, അലർജിക് റൈനൈറ്റിസ് ആണ് അത്. പക്ഷെ ഭയങ്കര പ്രശ്നം പറഞ്ഞൊരു സിംറ്റം എന്ന് വെച്ചാൽ കണ്ണ് ചൊറിച്ചിൽ വന്നാൽ പിന്നെ അങ്ങനെ കണ്ണ് പൊട്ടി അത്രയ്ക്ക് ഭയങ്കര ചൊറിച്ചില്ല, സ്വെല്ലിങ്ങും വന്നിട്ട് ഭയങ്കര റെഡ്നെസ്സും കണ്ണ് ചൊറിച്ചിലും ഒട്ടും സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അതും ഇങ്ങനെ ഹോട്ട് പേഷ്യന്റ് ആയിരുന്നു. പിന്നെ ഡെയിലി അത് മാസങ്ങളായിട്ട് മറ്റേ അലർജിക് മെഡിസിൻ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന് സൾഫർ 1 കൊടുത്തു. സൾഫർ 1 കൊടുത്തപ്പോൾ ശരിക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോഴേ നല്ല റിലീഫ് ഉണ്ട്. കണ്ണ് ചൊറിച്ചൽ കുറഞ്ഞതുകൊണ്ട് അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നല്ല റിലീഫ് വന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ SL കൊടുത്താണ് അയച്ചത്. പിന്നെ ഒരു കുട്ടി, 15 വയസ്സായ കുട്ടി, അതും ആസ് യൂഷ്വൽ സ്നീസിങ് ആണ്. അതിന് വലിയ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, ചുമയായിരുന്നു. രാത്രി എണീറ്റ് ഇങ്ങനെ ചുമയ്ക്കും. ഉറങ്ങുന്ന കുട്ടി പെട്ടെന്ന് രാത്രി എണീറ്റ് ചുമയ്ക്കും. മിക്ക ദിവസം ചുമയുണ്ടാവും അവർക്ക്. ചുമ കാരണം അവരുടെ ഉറക്കം പോകുന്നു എന്നാ പറഞ്ഞിരുന്നത്. പിന്നെ ഞാനപ്പം ഈ മിഡ് നൈറ്റ് കഫ് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഴ്സാൽ 1 കൊടുത്തു. അപ്പോഴതിന് കഫ് ഇല്ലായിരുന്നു, രാത്രിയുള്ള കഫ് മാത്രം. അത് അങ്ങനെ അക്യൂട്ട് സിംറ്റം ആയിട്ടല്ല പറഞ്ഞത്, എനിക്ക് ക്രോണിക്കലി ഉള്ളത്. അപ്പോൾ ഞാൻ ആഴ്സാൽ 1 ആണ് കൊടുത്തത്. അത് അത്യാവശ്യം റിലീഫ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ്, 2 വീക്സ് കൂടുമ്പോൾ വരുന്നതാണ്. ഞാൻ വീണ്ടും ആഴ്സാൽ 1 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പയ്യനാണ്, 20 വയസ്സ്. അവന് അലർജിക് റൈനൈറ്റിസ് ഇല്ല, പക്ഷെ ആർട്ടിക്കേറിയാണ്. ആർട്ടിക്കേറിയും ഡിസ്നിയും. പിന്നെ അവന് ഓൾമോസ്റ്റ് എല്ലാ ഫുഡും അലർജിയാണ്. ബീഫ്, വീറ്റ്, ഗോതമ്പ് അലർജി ഉണ്ടായിരുന്നു. പിന്നെ മട്ടൺ അലർജിയാണ്. അവനാണെങ്കിൽ ഈ അലർജി ഉണ്ടെങ്കിലും ഇതെല്ലാം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ജങ്ക് ഫുഡ്സ് എത്രയും കഴിക്കും, നല്ല വണ്ണമുണ്ട്, മുഖത്ത് നിറച്ച് കുരുക്കള്, പിമ്പിൾസ്, മുട്ട കഴിക്കുമ്പോൾ നല്ല കുരുക്കൾ വരും. പിന്നെ അവന് ആൽക്കലൈൻ ഫോസ്ഫറ്റേസും ഒക്കെ കൂടുതലായ, ഷുഗറും കൂടുതലായിരുന്നു. അവന് ഭയങ്കര ഹോട്ട് പേഷ്യന്റ് ആയിരുന്നു. എപ്പോഴും ഫാൻ വേണം, എത്ര ഇതാണെങ്കിലും ഫാൻ ഇല്ലാണ്ട് പറ്റത്തില്ല. ഭയങ്കര സ്വെറ്റിംഗ് ആയിരുന്നു. പക്ഷെ അത് ഈ ഹോട്ട് പേഷ്യന്റ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ സൾഫർ 1 കൊടുത്തത്. പക്ഷെ സൾഫർ 1 കൊടുത്തപ്പോൾ അത്രയ്ക്ക് അങ്ങ് റിലീഫ് വന്നില്ല. അതുകൊണ്ട് ഈ അപ്പിയറൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ കാൽക്കരി കാർബ് 1 കൊടുത്തു. കാൽക്കരി കാർബ് 1 കൊടുത്തപ്പോൾ ഇച്ചിരി റിലീഫ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് 10mലേക്ക് ആക്കി. 10m ഇപ്പൊ ലാസ്റ്റ് ടൈം വന്നപ്പോൾ 50m ആക്കി. പക്ഷെ ഈ ഒരു കേസിലുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന് ഈ അട്ടിക്കേറി അല്ല, ഇവനും ഈ ഒരുപാട് ഇങ്ങനെ അലോപ്പതി അലർജി മെഡിസിൻ കഴിക്കുന്ന ആളാണ്, ഡെയിലി കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് 2 ദിവസത്തിൽ ഒരിക്കൽ ആക്കുക. അപ്പൊ 2 ദിവസത്തിൽ ഒരിക്കൽ ആക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പൊ ഞാൻ വീണ്ടും നെക്സ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പറഞ്ഞ പരമാവധി അതൊന്ന് കുറയ്ക്കാൻ നോക്കി, ടേപ്പർ ചെയ്ത് വരാമോ. അങ്ങനെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു 4-1 2 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കുന്നു എന്നാണ്. എന്നാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അവൻ ഇതൊക്കെ കഴിച്ചപ്പോഴും അത്രയും ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ അവനാണെങ്കിൽ ഫുഡ് ഒട്ടും കൺട്രോൾ ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കഴിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അങ്ങ് നിൽക്കാത്ത ഒരവസ്ഥയാണ്. പക്ഷെ എന്നാലും പയ്യൻ നല്ല ബെറ്റർ എന്നാ പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ IgE കുറയുന്നില്ല. അതെനിക്ക് തോന്നുന്നത് ഈ അലോപ്പതിക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അത് നിർത്തിയത് കൊണ്ടായിരിക്കാം, അത് ഒരുപാട് ഇങ്ങനെ ടേപ്പർ ചെയ്തുകൊണ്ടായിരിക്കാം IgE ഇങ്ങനെ കുറയാതെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കുറഞ്ഞിട്ടുണ്ട്, ഷുഗറും വ്യത്യാസമുണ്ട്. പൊതുവെ ഒരു ബെറ്റർ ആണ്. പിന്നെ ഇത്രയാണ് ഞാൻ എഴുതി വെച്ച കേസ്. പിന്നെ അല്ലാതെ എന്റെ ഓർമ്മയിൽ നിന്ന് പറയാം, എനിക്ക് തൈറോയ്ഡ് ഒപ്പിയിൽ ഉണ്ടായിരുന്ന ഒരു കേസാണിത്. തൈറോയ്ഡും ഉണ്ടായിരുന്നു, അലർജിക് ഇതും ഉണ്ടായിരുന്നു, ഡിസ്നി ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്ന് വെച്ചാൽ ഡാംപ്, ഈ തണുപ്പ് ഒട്ടും പറ്റത്തില്ല. റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. തണുപ്പ് ഒട്ടും അടുത്തൂടെ പോലും പോകാൻ പറ്റത്തില്ല. കാറ്റ്, ഫാനിന്റെ കാറ്റിന്റെ തൊട്ടടുത്ത് ഇരിക്കാൻ പറ്റില്ല. ദൂരെ മാറി ഇരുന്നാൽ പോലും അയാൾക്ക് ഭയങ്കര പ്രശ്നം പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് HEPAR കൊടുത്തു. HEPAR 1 കൊടുത്തപ്പോഴേക്കും അത്യാവശ്യം നല്ല അമ്ലറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് 10mലേക്ക് മാറ്റി. പിന്നെ തൈറോയ്ഡ് നോക്കിയപ്പോൾ തൈറോയ്ഡ് TSH കുറഞ്ഞു. അയാൾക്ക് നല്ല സിംറ്റമാറ്റിക് റിലീഫും ഉണ്ടായിരുന്നു. ഹോർമോണും TSH കുറഞ്ഞു. തൈറോയ്ഡ് ഏകദേശം നോർമലിലേക്ക് വന്നു. ഞാനത് HEPAR 50m ആക്കി. പിന്നെ ആ പേഷ്യന്റ് അധികം തൈറോയ്ഡ് ഒപ്പി തന്നെ വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ്, അലർജിക് റൈനൈറ്റിസിന്റെ സിംറ്റംസ് വരുമ്പോഴേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ഇതായി. അങ്ങനെ HEPAR 50m എനിക്ക് നല്ല റിലീഫ് കിട്ടിയ ഒരു കേസാണത്. പിന്നെ ഒരു പേഷ്യന്റ്, ഒരു പുള്ളിക്കാരൻ വന്നപ്പോ തന്നെ ഭയങ്കര ശ്വാസം മുട്ടലും ഇതുമായിട്ടാണ് വന്നത്. തുമ്മലും അലർജി ഉണ്ടായിരുന്നു. എന്നാൽ അലർജീനെക്കാളും കൂടുതൽ പുള്ളിക്ക് ഈ വീസിങ് ആയിരുന്നു. പുള്ളി ഭയങ്കര വയ്യാതെയാ വന്നത്. പുള്ളി വന്നപ്പോ തന്നെ സ്വെറ്റർ ഇട്ടോണ്ടാ വന്നത്.
പുള്ളി എപ്പോ വന്നാലും സ്വെറ്റർ ഇട്ടോണ്ടാ വരുന്നത്. ചൂടത്തായാലും ഭയങ്കര പുള്ളിക്കത് നിർബന്ധം. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു തണുപ്പ് പറ്റത്തില്ല, അപ്പൊ ഞാൻ ഹെപ്പാറ കൊടുത്തത്. പക്ഷെ ഹെപ്പാറിൽ അത്ര ഒരു ഇത് ഉണ്ടായില്ല. പിന്നെ എനിക്ക് തോന്നിയത് സോറിന് ഒന്ന് കൊടുത്തു നോക്കാം, ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. സോറിന് കൊടുത്തപ്പോ നല്ല റിലീഫ് കിട്ടി. പുള്ളിയുടെ ആസ്മാറ്റിക് ഇതിനും ഒക്കെ നല്ല റിലീഫ് കിട്ടി. പുള്ളി കാരണം കുറച്ച് പ്രാവശ്യം വന്നു, പിന്നെ അങ്ങ് ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ. നല്ല റിലീഫ് ഉണ്ടെന്ന്. അതെന്റെ ഓർമ്മയിലുള്ള കേസാണ്. പിന്നെ എനിക്ക് ഇവിടെ മിക്ക കേസസിനും ഞാൻ എന്റെ ഡിസ്പെൻസറിയിലായാലും ശരി സൾഫർ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കേസ്. പിന്നെ കാൽക്കേരിയ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി ലൈക്കോപോഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടിഷ്യൂ റെമഡിയും കൊടുക്കാറുണ്ട് കൂടെ. ഈ അലർജിക് റൈനൈറ്റിസ് കൂടുതലുള്ളവർക്ക് കാലിമോൾ 6X കൊടുക്കും. പിന്നെ കൂടുതൽ ഈ ചുമ കഫം ഒക്കെ ഉള്ളവർക്കാണ് ഈ നാട്രം സൾഫർ 6X കൂടെ കൊടുക്കും, ടിഞ്ചേഴ്സും കൂടെ. കേസിനെ കുറിച്ച് ഇത്രയാണ്. ഞാൻ പിന്നെ മെഡിസിൻസ് പറയട്ടെ. ഞാൻ കുറച്ച് എനിക്കിങ്ങനെ ഇതായിട്ട് തോന്നിയ ഒരു റൂബ്രിക്സ് പറയാം. സിംഗിൾ റെമഡി എന്താ വെച്ചാൽ, ഞാൻ ഈ സിംഗിൾ റെമഡി ഉള്ള റൂബ്രിക്സ് എനിക്ക് ഭയങ്കര ഇതാണ്. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ വേറൊരു കേസ് പറയാം. ഇത് ആസ്മയുടേതല്ല, തൈറോയ്ഡ് കേസാണ്. ആസ്മയുടെ സിംറ്റംസ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഒരു ലേഡി ആയിരുന്നു, അവർക്ക് 120 ആയിരുന്നു TSH. അപ്പം കുറെ ഞാൻ കൊടുത്ത് വയറ്റി നോക്കി, ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഒരു സിംറ്റം ഇങ്ങനെ പറയുമായിരുന്നു, കൈ റൈറ്റ് ഷോൾഡർ ഭയങ്കര വേദന. അത് രാത്രി ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിട്ട് ഇങ്ങനെ ഉണരും. അപ്പൊ ഞാൻ ഓർത്ത് ആ സിംറ്റം ഒന്ന് റെപ്പട്രിയിൽ നോക്കിയപ്പോ അങ്ങനെ രാത്രി ഇങ്ങനെ കൈവേദന അങ്ങനെ ഒരു സിംറ്റം ഇല്ലായിരുന്നു. പക്ഷെ 2 AM അഗ്രവേഷൻ എന്ന് പറഞ്ഞ ഒരു സിംറ്റം ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ. അതിൽ ഫോസ്ഫോറിക് ആസിഡ് ആയിരുന്നു, സിംഗിൾ റെമഡി ആയിരുന്നു. ഞാൻ അവർക്ക് ഫോസ്ഫോറിക് ആസിഡ് കൊടുത്തു, വണ്ണം കൊടുത്തപ്പം അവർക്ക് ആ ഒരു കൈവേദന ഇച്ചിരി കുറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ വണ്ണം കൊടുത്തു, ഇച്ചിരി റിലീഫ് പറഞ്ഞു. എന്നാലും എനിക്ക് ഇത് ഒരു ഇതായിട്ട് തോന്നി. ഫോസ്ഫോറിക് ആസിഡ് ഞാൻ ഒരിക്കലും തൈറോയിഡിന് ചിന്തിച്ച ഒരു മരുന്നല്ല. അത് എവിടെയെങ്കിലും തൈറോയിഡ് കിടപ്പുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ഞാൻ 10M കൊടുക്കും. 10M കൊടുത്തപ്പോഴേക്കും അത്യാവശ്യം നല്ല റിലീഫ്. പിന്നെ അത് ഞാൻ 50M വരെ കൊണ്ടുപോയി. അവര് പുറത്തുനിന്നൊക്കെ മേടിച്ച്, ഞാൻ അവിടെ ഇല്ലായിരുന്നു, പുറത്തുനിന്നായിരുന്നു മേടിച്ചത്. പക്ഷെ ഭയങ്കര റിലീഫ് ആയിരുന്നു. അവരുടെ തൈറോയ്ഡ് തന്നെ നോർമലായി. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു കേസാണ്. 120ന്ന് അത് 5ൽ താഴെയായി. അവർക്ക് എന്നെ ഭയങ്കര സന്തോഷമായി. അവര് ഈ ഫോറിൻ ടൂറൊക്കെ പോകുന്നവരാ. അപ്പൊ അവര് പോയിട്ട് വരുമ്പോഴൊക്കെ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരും. അത്രയ്ക്ക് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അവര് പിന്നെ മന്ത്ലി ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് തൈറോയ്ഡ് തൊപ്പി നിർത്തുന്നത് വരെ അവരെന്തായാലും എന്നെ വന്ന് കണ്ടിരിക്കും. ഫോറിൻ ടൂർ പോയിട്ട് വരുമ്പോൾ എന്തായാലും എന്നെ വന്ന് കണ്ടിരിക്കും. അത്രയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക്. അത്രയും എനിക്കത് ഭയങ്കര ഒരു അതിശയം തോന്നിയ ഒരു കേസായിരുന്നു. അതായത് ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെ നമ്മള് കൂടുതൽ ആസ്മ എന്ന് പറഞ്ഞൊരു റൂബ്രിക്ക് നോക്കാതെ നമ്മൾ എന്തെങ്കിലും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ആയിട്ട് അവർക്ക് ആസ്മ റിലേറ്റഡ് ആയിരിക്കത്തില്ല ചിലപ്പോൾ. അങ്ങനെ എന്തെങ്കിലും നോക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് റിലീഫ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് 2-3 എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ സിംഗിൾ റെമഡി 1-2 ഞാൻ പറയാം. മൗണ്ടൻ എയർ അമിലറേഷൻ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അതിൽ സിഫിൾനമാണ് സിംഗിൾ. പിന്നെ ഡ്രാഫ്റ്റ് ഓഫ് എയർ അഗ്രവേഷൻ, പല മെഡിസിൻസും ഉണ്ട് ഡ്രാഫ്റ്റ് ഓഫ് എയർ അഗ്രവേഷൻ. പക്ഷെ അത് സൈലീഷ്യയാണ് പറയുന്നത്, കെന്റിന്റെ ഒരു ഇതാണ്, റൂബ്രിക് ആണ്. ഓപ്പൺ എയർ അമിലറേഷൻ അമോണിയം കാർബ്, അത് നമ്മൾ പൾസാറ്റിലേക്ക് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഹേ ഫീവറിന്റെ കൂടെ, ഹേ ഫീവർ വെച്ചാൽ നമ്മൾ അലർജിക് റൈനൈറ്റിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കാസിനോസ്റ്റ്. സ്പാസം ഓഫ് എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ അടഞ്ഞിട്ട് സ്പാസം തോന്നിയിട്ടുള്ള ഇതും. വീക്ക്നെസ്സോ സ്പാസം ഓഫ് എപ്പിഗ്ലോട്ടിസ്, അത് മെഡോറിനമാണ്. ട്വിച്ചിങ് ഓഫ് ഐലിഡ്സ്, അത് നമ്മൾ ഒരു സ്പാസം തന്നെയാണ്, നമ്മൾ കൺവൾസീവ് ഇതാണല്ലോ കുപ്രം. അപ്പൊ അത് കുപ്രമാണ്, ട്വിച്ചിങ് ഓഫ് ഐലിഡ്സ് ഉള്ളത്. അല്പം സ്ലോ ആക്കി ഒന്ന് പറഞ്ഞാൽ കൊള്ളാതെ. ഓക്കെ. ട്വിച്ചിങ് ഓഫ് ഐലിഡ്സ് കൂടെ ഉള്ളത് ആസ്മ പ്ലസ് ട്വിച്ചിങ് ഓഫ് ഐലിഡ്സ് കുപ്രമാണ്. പിന്നെയുള്ളത് നാട്രം സൾഫിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നാട്രം സൾഫിന് ഉള്ള സിംറ്റമാണ് ഏർലി മോർണിംഗ് ഡയറിയ.
ആസ്മ പ്ലസ് ഏർലി മോർണിംഗ് ഡയറി, പിന്നെ റെക്ടൽ പോളിപ്പും കൂടെ പറയുന്നുണ്ട് റൂബിലേക്ക്. അത് നാട്രം സൾഫാണ്. ക്രോണിക് കൊറൈസയുടെ കൂടെ ആസ്മ, അത് സൈലീഷ്യയാണ്. സൈലീഷ്യ ശരിക്കും ഒരു പഴകിയ ഒരു കോൾഡിനും പഴകിയ ഒരു കേസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് സൈലീഷ്യ. പിന്നെ എനിക്ക് അലർജിക് റൈനൈറ്റിസിൽ ഞാൻ സൈലീഷ്യ ഒരു ഇത് കണ്ടിട്ടുണ്ട്. കോമ്പിങ് ഹെയർ, അത് സൈലീഷ്യ മാത്രമേ ഉള്ളൂ. എനിക്ക് 1-2 കേസസിന് ഇങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഭയങ്കര താരൻ അലർജിക് റൈനൈറ്റിസ് ഉള്ളതിൽ ഈ മുടി ചീകുമ്പോൾ കൂടുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു ആ റൂബ്രിക് കണ്ടതിന് ശേഷം. പക്ഷെ അങ്ങനെ കൂടുമെന്ന് പറയുന്നവർക്ക് ഞാൻ സൈലീഷ്യ കൊടുത്തപ്പോൾ എന്തായാലും എനിക്ക് റിലീഫ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് പെയിൻ ഇൻ ടെസ്റ്റിസ്, സ്പോഞ്ച്, ആസ്മ വിത്ത് പെയിൻ ഇൻ ടെസ്റ്റിസ്. സ്പോഞ്ച് ശരിക്കും ആസ്മയുടെ ഒരു റെമഡിയാണ്. ടെസ്റ്റിസ് സ്ക്രോട്ടൽ പെയിന്റെ റെമഡിയും കൂടെയാണ്. പിന്നെ എക്സ്റ്റേണൽ കോൾഡ്നെസ്സും ഇന്റേണൽ ബേണിങ്ങും കാർബോ വെച്ചാണ്. എക്സ്റ്റേണൽ കോൾഡ്നെസ്, ഇന്റേണൽ എപ്പോഴും ബേണിംഗ് ആണ് കാർബോ വെച്ച് പറയുന്നത്. പിന്നെ ബേണിംഗ് സെൻസേഷൻ ആഴ്സാൽബിളും പറയുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ കോൾഡ്നെസ് അങ്ങനെ അതിന്റെ പറയുന്നില്ല. പിന്നെ കുറച്ച് റെമഡീസിൽ എക്സ്പിറേഷൻ ഡിഫിക്കൽട്ട്, അത് ഒരു യൂഷ്വൽ സിംറ്റം ആണ് ആസ്മയുടെ. അപ്പൊ നമ്മൾ അത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്പിറേഷൻ ഡിഫിക്കൽട്ട് ബ്രോമിയോ മെഡോറിനാണ് പറയുന്നത്. അതിൽ ഇൻസ്പിറേഷൻ ഡിഫിക്കൽട്ട് ആണ് നമുക്ക് കുറച്ചും കൂടെ എടുക്കാൻ പറ്റിയത്. അത് ബ്രോമിയോ അയഡും പറയും. ബ്രോമിയം എക്സ്പിറേഷനും ഉണ്ട്, ഇൻസ്പിറേഷനും ഉണ്ട്. അയഡും ഇൻസ്പിറേഷൻ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ എക്സലേഷൻ ഡിഫിക്കൽട്ടിൽ ഇനിയുണ്ട് സാംബുക്കസ്, മെഡോറിനം, മെഫൈറ്റിസ്, അക്കണൈറ്റ്, സ്പോഞ്ചി ഉണ്ട്. പിന്നെ ബ്ലാറ്റ പറയുന്നത് ആഴ്സാൽബ് ഫെയിൽ ആവുന്ന കേസസ്, ആഴ്സാൽബ് നമുക്ക് ഇൻസഫിഷ്യന്റ് ആണെന്ന് തോന്നുന്ന കേസസിൽ ബ്ലാറ്റ കൊടുക്കും. ബ്ലാറ്റ സ്റ്റൗട്ട് കുറച്ച് നല്ല വെയിറ്റും ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ കൊടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ശരിക്കും ബ്ലാറ്റ ഞാൻ സിറപ്പൊക്കെ ആണ് കൊടുക്കുന്നത്. ഞാൻ ഇതുവരെ പൊട്ടൻസി കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു കുട്ടിക്ക് ബ്ലാറ്റ ഞാൻ കുറെ കൊടുത്തു, അമലറേഷന് കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ബ്ലാറ്റ വായിച്ചപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ബ്ലാറ്റ നമ്മൾ കൂടുതൽ റിലീഫ് കിട്ടിയാൽ പിന്നെ ബ്ലാറ്റ ഒരുപാട് അങ്ങ് കൊടുക്കാൻ പാടില്ലെന്നാണ് കീനോട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിനി ബ്ലാറ്റ കൊടുത്ത് ഇനി കൂട്ടിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആ കേസ് എന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്സിജൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു ഓക്സിജൻ അങ്ങ് ഭയങ്കര കുറവായി പോയി. അങ്ങനെ അവര് അലോപ്പതിയിലേക്ക് പോയി. ഒരുപാട് മാസങ്ങളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. നല്ല റിലീഫൊക്കെ ഉണ്ടായിരുന്നു. ആഴ്സാൽബ് 10 ml നല്ല റിലീഫ് കിട്ടിയത്. പക്ഷെ റിലീഫ് കിട്ടിയ അന്ന് തന്നെ, അതിന്റെ പിറ്റേന്ന് തന്നെ ആ കുട്ടി ഒരു ഉത്സവത്തിന് പോയി രാത്രി മൊത്തം ഉറക്കൊളിച്ചിരുന്നു. 4 മണിവരെ ഉറക്കൊളിച്ച് ആ മൈതാനം മൊത്തവും ചുറ്റിക്കറങ്ങി. പിറ്റേ ദിവസം ഇപ്പൊ നല്ല കൂടുതലായിട്ട് അവിടെ വന്നത്. എനിക്ക് സത്യം പറയാൻ എനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞു എന്നാലും ഇത്രയും ഒരു ഇത്, അപ്പൊ വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവം, അങ്ങനെ പോയതാന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഒരുപാട് അങ്ങ് കൈവിട്ടുപോയി ആ കേസ്. ഒത്തിരിയും 2-3 ആഴ്ച ഞാൻ വീണ്ടും ട്രൈ ചെയ്തിട്ട് അത് ശരിക്കും ആ പഴയ ആ ഒരു റിലീഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവര് പിന്നെ ഓക്സിജൻ കുറവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലോപ്പതിയിലേക്ക് പോയി. 2-3-4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ബ്ലാറ്റയും കൂടെ ഞാൻ കൊടുത്തു ഇടയ്ക്ക്. നേരത്തെ ബ്ലാറ്റ കൊടുത്ത് അങ്ങനെ കൂടിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ആഫ്റ്റർ ആങ്കർ വരുന്നത് ക്യാമോമിലയാണ്, 3 മാർക്കാണ്. ആഴ്സ് 2 മാർക്ക്. വിത്ത് വീക്ക്നെസ്, ഭയങ്കര ക്ഷീണമായിട്ട് വരുന്നത് ചിനിനം ആഴ്സ് പറയുന്നുണ്ട്. ചിഹ്നത്തിന് പൊതുവെ ഒരു വീക്ക്നെസ് ഉണ്ട്. സോറിനം, പിന്നെ സ്റ്റാനം ഭയങ്കര വീക്ക്നെസ്, ജസ്റ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇരിക്കണം, എപ്പോഴും ഇരിക്കണം. ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വീക്കാണ് സ്റ്റാൻഡ്. ചെസ്റ്റ് ഏരിയയിലാണ് ഭയങ്കര വീക്ക്നെസ് അവർക്ക് തോന്നുന്നത്. പിന്നെ വിത്ത് ഇൻക്രീസ് സലൈവേഷൻ, കാർബോഹൈഡ്രേറ്റ് ഇപ്പക്കാക്ക് ഉണ്ട്. ഇപ്പക്കാക്ക് ആണെങ്കിൽ നമുക്കറിയാലോ ഫുൾ ടൈം നോസിയാണ്. വോമിറ്റ് ചെയ്താലും കുറയാത്ത നോസിയാണ് ഇപ്പക്കാക്കിന്. പക്ഷെ എങ്കിൽ ആന്റിംടാർട്ടിൻ ആണെങ്കിൽ വോമിറ്റിംഗ് ചെയ്താൽ ഇച്ചിരി കുറവാണ്. വോമിറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ അമിലറേഷൻ ആണ് ആന്റിംടാർട്ടിൻ. ഇപ്പക്കാക്കിനാണെങ്കിൽ വോമിറ്റ് ചെയ്താലും അമിലറേഷൻ ഇല്ലാത്തൊരു കേസാണ്. ആന്റിംടാർട്ടിൻ ഇപ്പക്കാക്കിന് ഏകദേശം ഒരേപോലത്തതാണ്, ഭയങ്കര മ്യൂക്കസ് അക്യുമുലേഷൻ ആണ്. പക്ഷെ ഇതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കുട്ടികളിൽ വരുന്ന ആസ്മ, അങ്ങനെ അത് ആ റൂബ്രിക്കില് ക്യാമോമില്ല, ഇപ്പക്കാക്ക്, നാട്രം സൾഫ്, പൾസാറ്റില് സാംബുകസ്. ശരിക്കും ഹ്യൂമിഡ് ആസ്മയ്ക്ക് കൊടുക്കുന്നതാണ് നാട്രം സൾഫ്. കീനോട്ട് റെമഡിയാണ്. കോൾഡ് അമിലറേഷൻ, അത് ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ആണ്. ഇത് ലാക്ടോസിസ് ആണ്. ആഫ്റ്റർ കൊറീസ, ജലദോഷം വന്നതിന് ശേഷമുള്ളത്
അറേലിയ, റസ്റ്റേഷ്യ, നാജ, നക്സോമിക്ക. സ്ലീപ്ലെസ്നെസ്, കാസിനോസിനും ക്ലോറാലം. പിന്നെ ഞാനൊരു റൂബ്രിക് കണ്ടെന്ന് വെച്ചാൽ ഇത് നമുക്ക് യൂസ് അല്ല, എന്നാലും ചിലപ്പോൾ യൂസ് വരാം. കാറ്റ്സിൽ ആസ്മ ഉള്ളത് ലൈക്കോ പെർട്ടൂസിനം ഫോസ്ഫറസ് ആണ്. ഡാംനസ് നമുക്കറിയാം, അത് നാട്രം സൾഫാണ്. കാസിനോസിനും ഉണ്ട്. ആഫ്റ്റർ ഡിന്നർ, രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ തൂജയാണ്. ഫ്രം ഇൻസ്പിറേഷൻ ഓഫ് ഡസ്റ്റ്, പൊടി കാരണം വരുന്നത് ഇപ്പക്കാക്ക്, കാസിയ, കാലികാർബ്, സൾഫ്യൂരിക് ആസിഡ്. ഇപ്പക്കാക്കാണ് 2 മാർക്ക്. ഈറ്റിംഗ് അഗ്രവേഷൻ നമ്മുടെ സാധാരണ കോമൺ സിംറ്റം ആണ് ആസ്മയ്ക്ക്. നമ്മൾ വയറ് നിറയുമ്പോഴേ ആസ്മാറ്റിക് സിംറ്റംസ് കൂടും. അതിൽ അമലറേഷൻ പറയുന്നത്, ഈറ്റിംഗ് അമലറേഷൻ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ആണ്. അത് ഗ്രഫൈറ്റിസ് ആണ് 2 മാർക്ക് പറയുന്നത്. ആംബ്രാഗ്രേസിയ ആയിടും 1 മാർക്ക്. ആഫ്റ്റർ സപ്രസ്ഡ് എക്സീമ, അത് ആഴ്സാൽബാണ്. ആഴ്സാൽബില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. എക്സീമ നമ്മൾ ഓയിൻമെന്റ് ഒക്കെ ഇട്ട് സപ്രസ് ചെയ്തത് ആഴ്സാൽബ് കൊണ്ട് സപ്രസ് ചെയ്ത് അത് ചിലപ്പോൾ ആസ്മയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആഴ്സാൽബ് നല്ല എഫക്റ്റീവ് ആണ്. ആഫ്റ്റർ ഇമോഷൻസ്, അതിന് 2 മാർക്ക് പറയുന്നത് അക്കണൈറ്റ്, കോഫിയ, ജെൽസിന്, ഇഗ്നീഷ്യ. സപ്രസ്ഡ് ഇമോഷൻസിന് സിംഗിൾ ഇതാണ് കോസ്റ്റിക്. ഇറിറ്റേഷൻസ്, അമലറേഷൻ, ഇത് ഈ വയറിന്റെ പ്രശ്നം വരുന്നത്, ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് വരുന്നതിനാണ് കാർബോവേജൻ അക്സിഡിറ്റി. ഇറിറ്റേഷൻസ്, അമലറേഷൻ. പിന്നെ ഫ്രൈറ്റ് അഗ്രവേഷൻ ഇൻ ചിൽഡ്രൻ, ഫ്രൈറ്റ് കാരണം വരുന്ന ആസ്മ അഗ്രവേറ്റിംഗ്, അത് കാസിനോസിൻ, സാംബുക്കസ്. കാസിനോസിൻ കൊടുത്ത് കുറച്ച് റിസൾട്ട് ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അത് ആ കുട്ടിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, തൈറോയ്ഡ് കംപ്ലൈൻസ്, അലർജിക് റൈനൈറ്റിസ് ആയിരുന്നു. അവന് ഭയങ്കര ഒരു ബിഹേവിയർ പ്രശ്നം ഉണ്ടായിരുന്നു, ഭയങ്കര ആങ്കർ, ഭയങ്കര ദേഷ്യം, എന്ത് പറഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു. നല്ല അലർജിക് റൈനൈറ്റിസ്, ശ്വാസം മുട്ടലില്ല. അപ്പൊ ഞാന് കുറച്ചൊരു പ്രശ്ന ചൈൽഡ് ആയതുകൊണ്ട് കാസിനോസിൻ കൊടുത്ത് പരീക്ഷിച്ച് നോക്കാറുണ്ട്. കാസിനോസിൻ 1 കൊടുത്തപ്പോ അത്യാവശ്യം നല്ല റിലീഫ് ഉണ്ട്. പിന്നെ ഞാൻ ഈ അലർജിക് റൈനൈറ്റിസ് കൂടുമ്പോൾ നട്സ് 1 കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാസിനോസിൻ 1 കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ പൊസിഷൻ, ഹെഡ് ഓൺ നീ പൊസിഷൻ അമലറേഷൻ, കാലികാർബ് അല്ലെങ്കിൽ റോക്കിംഗ്. കാലികാർബിന് റോക്കിംഗ് അമലറേഷൻ ആണ്. ഫുൾ മൂൺ അഗ്രവേഷൻ കാൽക്കേരിയൻ സ്പോഞ്ചിയാണ്. ന്യൂ മൂൺ ആണെങ്കിൽ സൈലീഷ്യ. അത്ലറ്റ്സിന് വരുന്ന ആസ്മ കൊക്ക. നീ എൽബോ പൊസിഷൻ അമലറേഷൻ മെഡോറിന, അല്ലെങ്കിൽ കമന്ന് കിടന്ന് ഫേസ് ഇങ്ങനെ അമർത്തിയിട്ട് നാക്ക് ടങ് പ്രൊട്രൂഡ് ചെയ്ത് കിടക്കുക, മെഡോറിനമാണ്. പിന്നെ വേറൊരു ഇത് കണ്ടെന്ന് വെച്ചാൽ സ്റ്റോപ്സ് അറ്റ് പ്യൂബർട്ടി ആൻഡ് റിക്കേഴ്സ് ലേറ്റർ ഇൻ ലൈഫ്. നമ്മൾ പലരും ഇങ്ങനെ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ റൂബ്രിക് ഇന്നാണ് കാണുന്നത്. സ്റ്റോപ്സ് അറ്റ് പ്യൂബർട്ടി, പലരും പറയാറുണ്ട് 10-12 വയസ്സ് വരെ ഉണ്ടായിരുന്നു, പിന്നെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ലേറ്റർ ഇൻ ലൈഫ് 40 കഴിയുമ്പോൾ വീണ്ടും തുടങ്ങി എന്ന് പറയുന്ന കേസസ് ഉണ്ട്. ഐ തിങ്ക് അത് നാട്രം സെൽഫാണ് റെമഡി, സിംഗിൾ റെമഡി ആയിരുന്നു. പിന്നെ വോമിറ്റിംഗ് അമലറേഷൻ കുപ്രമെറ്റ്, അത് ഇപ്പക്കാക്ക് ആന്റിബിറ്റാർട്ട്. പിന്നെ കുറച്ച് റെമഡീസിനെ കുറിച്ച് ഞാൻ പറയാം. റൂബ്രിക് നോക്കിയപ്പോൾ അമോണിയം കോസ്റ്റിക്കം ഉണ്ടായിരുന്നു. അതിൽ ഗ്ലോട്ടിസ് സ്പാസം ആണ്, ലോസ് ഓഫ് വോയിസ്, ബേണിംഗ് ഇൻ ത്രോട്ട്. ആംബ്രാഗ്രേസിയയിൽ നെർവസ് കഫാണ്. ഒത്തിരിയും പേരിങ്ങനെ റൂമിൽ ഉണ്ടെങ്കിൽ ചുമയ്ക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ആംബ്രാഗ്രേസിയക്ക്. ആൽജൻറ്റും നൈട്രിക് ആസിഡിന് ശരിക്കും ആസ്മാറ്റിക് ആയിട്ട് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹൈ നോട്ട് കഫിനെ കുറിച്ചാണ്. ഹൈ നോട്ട്സ് കോസ് കഫ്. പിന്നെ ഫീൽ സഫക്കേഷൻ പറയുന്നുണ്ട്. സഫക്കേഷനെ പറയുന്നുണ്ട് കോൺ ടോളറേറ്റ് കോൾഡ്, ക്രൗഡ്, ഭയങ്കര ഇങ്ങനെ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഇടത്ത് സഫക്കേഷൻ. പിന്നെ അതിന്റെ മെന്റൽ സിംറ്റംസും കൂടെ നമുക്ക് നോക്കാം. ഡിസയർ സ്വീറ്റ്, ഭയങ്കര ഹേസ്റ്റി, ഹറീഡ്നെസ് ആണ് അർജന്റൈനൈറ്റിക്. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ റെമഡി ആഴ്സാൽബ്. നമ്മൾ മിക്കപ്പോഴും ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. എനിക്കൊന്നും കിട്ടിയില്ല, ഭയങ്കര നൈറ്റ് അഗ്രവേഷൻ പറയുകയാണെങ്കിൽ ആഴ്സാൽബ് തന്നെയായിരിക്കും. പിന്നെ പ്രായമായവർ വരികയാണെങ്കിൽ മിക്കപ്പോഴും ഞാൻ ആഴ്സ തന്നെയാണ് കൊടുക്കുന്നത്. അതിന് ഭയങ്കര അസ്വസ്ഥതയാണ്, റെസ്റ്റ്ലെസ്നെസ് ആണ്. ഇപ്പം ചാവും, മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, പിന്നെ കിടക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ബേണിംഗ്,
ദേഹം മൊത്തം നീറ്റല്, കൺസ്ട്രക്റ്റഡ് ഫീലിംഗ് ആണ്. ഈ കൺസ്ട്രക്ഷൻ ഇൻ ചെസ്റ്റ് പറയുന്ന കുറച്ച് റെമഡീസ് ഉണ്ട്. ആൽസാൽബ്, ഇപ്പക്കാക്ക്, കാലി നൈട്രിക്കം, ലുബീലിയം, ടബാക്ക്, ഇതിനൊക്കെ കൺസ്ട്രക്ഷൻ ഇൻ ചെസ്റ്റ് പറയും. ഇത് മിക്കവാറും മിഡ് നൈറ്റ് ആണ്, ആഫ്റ്റർ 12 ആണ്. വാം ഡ്രിങ്ക്സ് അംലറേഷൻ ആണ്. ആസൈഡ് കൂടുതലും ആസ്മേനേക്കാളും എനിക്ക് കൂടുതലും എഫക്റ്റ് തോന്നിയിട്ടുള്ളത് അലർജിക് റൈനൈറ്റിസിലാണ്. ഭയങ്കര കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും ആയിട്ട് വരുന്ന കേസിന് ആസൈഡ് കൊടുക്കുമ്പോൾ റിലീഫ് ഉണ്ട്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു 15 years old. ആ കുട്ടിക്ക് നല്ല കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും ഭയങ്കര അലർജിക് റൈനൈറ്റിസ് ആയിരുന്നു. എന്തായാലും ഡിസ്നിയിലോട്ട് പോയില്ല, ആസ്മയായിട്ട് പോയില്ല. അത് അയഡാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ആദ്യം ആസൈഡ് അക്യൂട്ടായിട്ട് വന്നപ്പോൾ 200 റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഒരാഴ്ച ഇങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കേസസ് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഞാൻ മെഡിസിൻ ഇല്ലാതെയാ പോകുന്നത്. അതിന്റെ ആ ഒരു 200 ആ ഒരാഴ്ച റിപ്പീറ്റ് ചെയ്തതിന്റെ എഫക്റ്റ് ഒന്ന് കഴിയട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരാഴ്ചയോളം ബ്ലാങ്ക് പിൽസിൽ പോകുന്നത്. പിന്നെ വന്നപ്പോൾ ഞാൻ ആൾസൈഡ് 1 കൊടുത്തു. പിന്നെ അത് ആൾസൈഡ് 10. ഇപ്പം നമ്മുടെ ഫാർമസിയിലില്ല, പുറത്തുനിന്ന് മേടിച്ചാ കഴിക്കുന്നത്. പക്ഷെ നല്ല റിലീഫ് ഉണ്ട്. ആ കുട്ടിക്ക് പിന്നെ തുമ്മല് 4-5 മാസമായിട്ട് തുമ്മല് വന്നിട്ടേ ഇല്ല. പിന്നെ ഇവിടെ ബ്ലാക്ക് ഡിസ്കളറേഷൻ, അതിനൊരു ഞാൻ സൂജ 1 കൊടുത്തു, അതും നല്ല കുറവുണ്ട്. ഈ ആൾസൈഡിന്റെ ഡിസ്ചാർജസ് എക്സ്കോറിയേറ്റിംഗ് ആയിരിക്കും, ഭയങ്കര ഒരു നീറ്റലൊക്കെയാ പറയുന്നത്. ആന്റിൻ ടാർട്ട് ഭയങ്കര എഫക്റ്റ് ഉള്ള മെഡിസിൻ ആണ്. എന്റെ മോക്ക് ഇങ്ങനെ ആസ്മാറ്റിക് ഇങ്ങനെ അക്യൂട്ട് എഫക്റ്റ് വരുമ്പോൾ ആന്റിൻ ടാർട്ടാണ് കൊടുക്കുന്നത്, നല്ല റിലീഫ് കിട്ടാറുണ്ട്. ഭയങ്കര ഡ്രോസിനെസ് ആണ് ആന്റിൻ ടാർട്ടിന്, ഭയങ്കര ക്ഷീണമാണ്, നല്ല റാറ്റ്ലിംഗ് കാണും, പക്ഷെ പുറത്തോട്ടൊന്നും വരത്തില്ല. ടെൻഡൻസി ടു വോമിറ്റ് ആണ്. വോമിറ്റ് ചെയ്ത് ഛർദ്ദിച്ച് കളയുകയാണെങ്കിൽ ഇച്ചിരി ഒരു റിലീഫ് കിട്ടും. ബ്രോങ്കിയൽ ട്യൂബ്സ് ഓവർലോഡഡ് വിത്ത് മ്യൂക്കസ് ആണ്. ഡിസ്നിയ, അമിലറേഷൻ ലൈങ് ഓൺ റൈറ്റ് സൈഡ്. പിന്നെ ഡാംപ് കോൾഡ് വെതർ ആണ്. ഡാംപ്നെസ്സിൽ കൂടുന്നൊരു റെമഡിയാണ് ആന്റിൻ ടാർട്ട്. പിന്നെ ഈ പിന്നെ ഒരു ഇത് കണ്ടതും മിൽക്കും ഈ സോർ ഐറ്റംസ് കഴിക്കുമ്പോൾ കൂടുന്ന ഒരു റെമഡിയാണ് ആന്റിൻ ടാർട്ട്. മിൽക്കും പുളിയുള്ളത് കഴിച്ച് ചിലപ്പോൾ പാല് കഴിച്ചിട്ട് കഫക്കെട്ട് വരും എന്ന് പലരും ഇങ്ങനെ വന്ന് പറയാറുണ്ട്. നല്ല മെഡിസിനാണ് ആന്റിൻ ടാർട്ട്. അമിലറേഷൻ, എക്സ്പെക്ട്രേഷൻ. കുപ്രം ആണെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഒരു ഗേർഗ്ലിംഗ് സൗണ്ട്, ബോട്ടിലിൽ കൂടെ വെള്ളം പോകുന്ന പോലത്തെ സൗണ്ടാണ്. അതുപോലെ ഇതിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് കോൾഡ് വാട്ടർ അമിലറേഷൻ ആണ്. കോൾഡ് വാട്ടർ അമിലറേഷൻ പറയുന്നത് കുപ്രവും കോസ്റ്റിക്കും ആണ്. അഗ്രവേഷൻ പറയുന്നത് സ്പോഞ്ചിയാണ്. പിന്നെ കുപ്രത്തിന് വേറൊരു ബിഫോർ മെൻസസ് അഗ്രവേഷൻ ആണ്. വോമിറ്റിംഗ് അഗ്രവേഷൻ ആണ് കുപ്രത്തിന്. ഈ കുപ്രത്തിന്റെ കോംപ്ലിമെന്ററി കാൽക്കേരിയ കാർബൺ. പിന്നെ അടുത്തത് ഈ ആന്റിൻ ടാർട്ടിനെ പോലെ തന്നെ റെമഡിയാണ് ഇപ്പക്കാക്കാണ്. ഇപ്പക്കാക്കിന് ഫുൾ നോസിയാണ്, ഛർദിച്ചാലും കുറയത്തില്ല, സലൈവയൊക്കെ കൂടുതലായിരിക്കും, പിന്നെ ക്ലീൻ ടങ് ആയിരിക്കും. എക്സ്പെക്ട്രേഷനും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കുഞ്ഞ് ചുമച്ചങ്ങ് വല്ലാണ്ടാവും, നീലിച്ച് പോവും, അത്രയ്ക്കും ഒരു ഇതാണ്. എക്സ്പെക്ട്രേഷൻ ഭയങ്കര കുറവായിരിക്കും. ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ് ബ്ലാറ്റ കുറച്ച് നല്ല തടിയുള്ള ആൾക്കാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആർസനിക് ഇൻസഫിഷ്യന്റ് ആയിട്ട് തോന്നുമ്പോഴാണ് ബ്ലാറ്റ നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് കാലികാർബ് 1 ഓഫ് മൈ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുന്ന ഒരു മെഡിസിൻ ആണ്. മിക്കവർക്കും ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് കാലികാർബ്. ശരിക്കും ഈ ഏർലി മോർണിംഗ് അഗ്രവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഏതൊരു കാലികാർബ് അല്ലെങ്കിൽ ഹെപ്പാറാണ്. ഹെപ്പാറിനേക്കാളും എനിക്ക് കൂടുതൽ ഇങ്ങനെ ക്രോണിക് ആയിട്ട് വരുന്ന കേസസിൽ കാലികാർബ് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. കാലികാർബ് മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ് അറ്റാക്ക് ആണ്. സ്കാൻറ്റി എക്സ്പെക്ട്രേഷൻ ആണ്, ഭയങ്കര ഒഫൻസീവ് ആണ്, പഴകി വന്ന ഒരു കഫം പോലെയാണ്, ചീസി സ്മെല്ല, സ്റ്റിച്ചിങ് പെയിൻ ഉണ്ട്. അമിലറേഷൻ നേരത്തെ പറഞ്ഞ പോലെ ലീനിങ് ഫോർവേഡ്, റോക്കിംഗ് ഒക്കെ ആണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കോൾഡ് വരുന്നവർക്ക് കാലിക്കോർബ് നല്ല റെമഡിയാണ്. വാം ക്ലൈമറ്റിൽ വലിയ പ്രശ്നം കാണത്തില്ല, തണുപ്പടിക്കുമ്പോഴേക്കും അപ്പൊ തന്നെ ജലദോഷവും, അത് ലീഡ്സ് ടു ആസ്മ. ഞാൻ അക്യൂട്ടിനും കൊടുത്തിട്ടുണ്ട്, ക്രോണിക്കിനും കൊടുത്തിട്ടുണ്ട് ഈ കാലിക്കോർബ്. പിന്നെ അതിന് ഞാനൊരിത് കണ്ടത് ഡു നോട്ട് റിപ്പീറ്റ് ടു ഓഫൻ. കാലി നൈട്രിക്
കാലിനൈട്രിക്കത്തിന് നല്ല രീതിയിൽ നോസിയ, ഡിസ്നിയ, സ്റ്റിച്ചസ് ഇൻ ചെസ്റ്റ്, കാലിക്കാർബ് പോലെ തന്നെ സ്റ്റിച്ചസ് ഇൻ ചെസ്റ്റ് ഉണ്ട്, ബേണിംഗ് ഇൻ ചെസ്റ്റും ഉണ്ട്. തേഴ്സ്റ്റ് നന്നായിട്ട് ഉണ്ടാവും, പക്ഷെ ഡിസ്നിയ കാരണം വെള്ളം കുടിക്കാൻ ഇച്ചിരി വെള്ളം കുടിച്ചാൽ തന്നെ വെള്ളം കുടിക്കാൻ അവർക്ക് ഇങ്ങനെ ഒട്ടും തന്നെ ബ്രത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വെള്ളം കുടിക്കാൻ നേരം നമ്മൾ ശ്വാസം എടുക്കുന്നില്ല, അത്രയും പോലും അവർക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വെള്ളം കുടിക്കുന്ന ആ ഒരു ടൈം പോലും ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റില്ല, അത്രമാത്രം സഫിക്കേഷൻ ആണ് അവർക്ക്. സവർ സ്മെല്ലിംഗ് എക്സ്പെക്ടേഷൻ ആണ് കാലിനൈറ്റ്. ലൊബീലിയ നക്സോമിക്ക കാർബോയിഡ് ഇതൊക്കെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും കൂടെ വരുന്നതാണ്. ചെസ്റ്റ് ഭയങ്കര ഹെവിനെസ് ആയിട്ട് തോന്നും. അത് ഹെവിനെസ് ഈ കാലിൽ നിന്നുള്ളതെല്ലാം കൂടി ഇങ്ങനെ ചെസ്റ്റിലോട്ട് കയറിയതുപോലെ തോന്നുന്നു ലൊബീലിയക്ക്. അപ്പം അവർക്ക് നന്നായിട്ട് നടക്കുമ്പോൾ അതൊരു റിലീഫ് കിട്ടും. ആസ്മ വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. അവർക്ക് കൂടുതൽ ക്ഷീണം തോന്നുന്ന വയറിലായിരിക്കും. വയറിൽ എന്തോ ഇങ്ങനെ ഒന്നുമില്ലാത്ത പോലെ ഭയങ്കര വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും തോന്നുന്നത്. സെനൈൽ എംഫേസിയമ്മയ്ക്ക് കൊടുക്കുന്നതാണ് ലൊബീലിയ. ചെറുതായിട്ടൊന്ന് അനങ്ങുമ്പോൾ ഡിസ്നിയാണ്, പക്ഷെ നന്നായിട്ട് നടക്കുകയാണെങ്കിൽ ചെസ്റ്റ് പെയിന് നല്ല റിലീഫ്. ലൊബീലിയ ഇസ് ആന്റിഡോട്ടഡ് ബൈ ഇപ്പിക്കാക്ക്. സത്യം പറഞ്ഞ ആ സിംറ്റം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ലൊബീലിയ ഇസ് ആന്റിഡോട്ടഡ് ബൈ ഇപ്പിക്കാക്ക്. ഇപ്പക്കാക്ക് ലൊബീലിയും കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വർക്കൗട്ട് ആവില്ലായിരിക്കും. പൾസാറ്റില ശരിക്കും ആസ്മാറ്റിക് കേസിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അലർജിക് റൈനൈറ്റിസ് കേസസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണലി ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ പഴകിയ ഒരു കോൾഡിനാണ് കൊടുക്കുന്നത്. ഗ്രീനിഷ് എക്സ്പെക്ട്രേഷൻ, ചുമ ഒക്കെയാണ്. അധികം ഡിസ്നിയ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കേസിൽ അങ്ങനെ ഞാൻ ഡിസ്നിയ കേസസ് ഞാൻ കൊടുത്തിട്ടില്ല. കഫ് കേസസിനാണ് കൊടുക്കുന്നത്. ഇൻവോളണ്ടറി യൂറിനേഷനിലെ പോസ്റ്റിക്. സാംബുക്കസ് മിഡ് നൈറ്റ് അഗ്രവേഷൻ ആണ്. കുഞ്ഞ് കരഞ്ഞ് പെട്ടെന്ന് ഞെട്ടി എണീക്കും. അത്രയ്ക്കും ശ്വാസം കിട്ടാഞ്ഞ് കരഞ്ഞങ്ങ് ഞെട്ടി എണീക്കും. ഇപ്പയ്ക്കൊക്കെ പോലെയാണ്. പിന്നെ മില്ലേഴ്സ് ആസ്മയ്ക്ക് കൊടുക്കുന്നതാണ് സാംബുക്കസ്. മില്ലേഴ്സ് ആസ്മ ഈ പ്രാണിയൊക്കെ കയറിയിട്ട് ആ പൊടി, ധാന്യത്തിൽ പ്രാണി കയറിയിട്ട് ആ പൊടി ഇൻഹേൽ ചെയ്തിട്ട് വരുന്നതാണ് മില്ലേഴ്സ് ആസ്മ. അതിന് നല്ല റെമഡിയാണ്, കീനോട്ട് റെമഡിയാണ് സാംബുക്കസ്. സൈനോസിസ് ഒക്കെ വരും സാംബുക്കസിന്. കുഞ്ഞിന് ശ്വാസം കിട്ടാതെ ക്രൂപ്പിന് കൊടുക്കുന്ന മെഡിസിൻ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ എക്സലേഷൻ പാടായിരിക്കും, മെഫൈറ്റിസ് പോലെ. സാങ്കുനേറിയ ആസ്മ ആഫ്റ്റർ റോസ് പോളൻ. പോളൻ അലർജി കാരണം വരുന്ന ആസ്മ. അലർജി വന്നിട്ട് ആസ്മയിലോട്ട് അത് ലീഡ് ചെയ്യുന്നു. ഓർഡർ നക്സോമിക്ക പോലെ തന്നെ ഹൈ ഓർഡർ ഒക്കെ വരുമ്പോഴും നല്ല കൂടുതലുണ്ട് സിംറ്റംസ്. കഫ് സാങ്കുനേരിക്ക് കഫ് നൈറ്റ് ആണ് പൊതുവെ, ഡ്രൈ കഫ് ആണ്. എണീറ്റിരുന്ന് പാസിംഗ് ഫ്ലാറ്റ് സമ്ലറേഷൻ ആണ്. സൈലീഷ്യ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഴകിയ സ്റ്റേജിനൊക്കെയാണ് സൈലീഷ്യ. ഞാൻ മിക്കവാറും പൾസാറ്റില ഇങ്ങനെ അലർജിക് റൈനൈറ്റിസിന് കൊടുത്ത് പിന്നെ അത് കുറച്ചും കൂടെ റിലീഫ് കിട്ടാനായിട്ട് സൈലീഷ്യയിലോട്ട് പോവാറുണ്ട്. സൈലീഷ്യ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമോൺ അഗ്രവേഷൻ ആണ്, മെൻസസ് ടൈമിലും അഗ്രവേഷൻ ആണ്, സമ്മറിലും അമ്ലറേഷൻ ആണ്, ചില്ലിയാണ്. നെക്സ്റ്റ് സ്പോഞ്ചിയാണ്. സ്പോഞ്ചിയ ഫുള്ളി ഡ്രൈനെസ് ആണ്. ഡ്രൈനെസ് ഓഫ് എയർ പാസേജസ്, വീസിങ് വിസിലിങ്ങും ഒക്കെ കാണും. എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് കുറയും. വാം ഡ്രിങ്ക്സ്, പക്ഷെ തണുപ്പ് പറ്റത്തില്ല. തണുത്ത വെള്ളം കുടിച്ചാൽ അഗ്രവേഷനാണ്. തല താഴ്ത്തി കിടക്കുമ്പോൾ അഗ്രവേഷൻ. തൈറോയ്ഡ് കംപ്ലൈൻസ് ഉള്ളവരിൽ ആസ്മ വരികയാണെങ്കിൽ സ്പോഞ്ചിയ തിങ്ക് ചെയ്യാവുന്നതാണ്. എവറി മെന്റൽ എക്സൈറ്റ്മെന്റ് കോസസ് അഗ്രവേഷൻ ഓഫ് കഫ്. ബിഫോർ മിഡ് നൈറ്റ് അഗ്രവേഷൻ ആണ് സ്പോഞ്ചിയ. മിഡ് നൈറ്റ് അഗ്രവേഷൻ ആഴ്സാൽബ്. ബിഫോർ മോർണിംഗ് അഗ്രവേഷൻ ആണ് ഹെപ്പാർ. സൾഫർ ഞാൻ അങ്ങനെ ഡിസ്നിയ സിംറ്റംസ് നോക്കിയിട്ടല്ല, ബാക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് നോക്കിയിട്ടാണ് ഞാൻ സൾഫർ കൊടുക്കുന്നത്. ഹോട്ട് പേഷ്യന്റ് ആയിരിക്കും, ക്രോണിക് ഡിസീസസ് ആയിരിക്കും, പിന്നെ അലർജിക് റൈനൈറ്റിസ് അതിന്റെ ഇതിനോട് പിടിച്ചാണ് ഞാൻ സൾഫർ കൊടുക്കുന്നത്. നെക്സ്റ്റ് വലേറിയാണ്. ഏകദേശം ഡോക്ടറെ ഒരു 10 മിനിറ്റ് നമുക്ക് 10-12 മിനിറ്റ് എങ്കിലും നമുക്കൊരു ചർച്ച, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും ഡോക്ടർ ആദ്യമായിട്ട് ആണ് ക്ലാസ് എടുക്കാമെന്നത്. നമുക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായങ്ങളോ ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളു പറഞ്ഞത്. കാൽക്കേരിയ കാർബ്
കൽക്കരി കാർബ് ഇങ്ങനെ തന്നെയാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനലി നോക്കി കൊടുക്കുന്നതാണ്. പൾസാറ്റിലാവും കാൽക്കരി കാർബ് ഏകദേശം ഒരേ പോലത്തെ ഒരു ഇതാണ്. പ്രഷർ അമിലറേഷൻ ആണ്. പിന്നെ ഇതിൽ ഞാനൊരിത് കണ്ടത് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബിഫോർ നൈട്രിക് ആസിഡ് ആൻഡ് സൾഫർ. നമ്മൾ സൾഫർ, ഞാൻ പല കേസസും സൾഫർ കൊടുക്കുന്നത് കാൽക്കരി ലൈക്കോ അങ്ങനെ മിക്ക കേസും ഞാൻ കൊടുക്കാറുണ്ട്. കാൽക്കേരിയ പക്ഷെ സൾഫറിന് മുന്നേ യൂസ് ചെയ്യാൻ പാടില്ല. ബ്രയോണി ഉണ്ട്. ബ്രയോണി ചെസ്റ്റ് പെയിൻ, സ്റ്റിച്ചിങ് പെയിൻ, പിന്നെ ചേഞ്ച് ഓഫ് വെതർ, പിന്നെ നമ്മൾ സമ്മറിൽ പെട്ടെന്ന് തണുത്തത് കുടിക്കുമ്പോൾ വരുന്ന പ്രശ്നം. നാട്രം സൾഫർ ഡാംപ്നെസ്സിൽ വരുന്ന ഒരു ഡാംപ്നെസ്സിൽ എഫക്റ്റ് ആവുന്ന ഒരു റെമഡിയാണ്. ക്ലൗഡി വെതറിൽ ഹ്യൂമിഡ് ആസ്മ ഇൻ ചിൽഡ്രൻ. എനിക്കൊരു കേസുണ്ട്, അതൊരു മോന്റെയാണ്. അലർജിക് റൈനൈറ്റിസ് ആണ്. അവന്റെ ശ്വാസം മുട്ടലും വരാറുണ്ട്. അവന്റെ സ്കിൻ കംപ്ലൈൻസും ഉണ്ടായിരുന്നു കാലില്. അങ്ങനെ ഏർലി മോർണിംഗ് അഗ്രിവേഷൻ ആണ്. ഏർലി മോർണിംഗ് അഗ്രിവേഷൻ ആയതുകൊണ്ട് ഞാൻ നാട്രം സൾഫാണ് കൊടുത്തത്. നല്ല റിലീഫ് ഉണ്ട്. ആസ്മ ഇപ്പൊ അങ്ങനെ അറ്റാക്സ് ഒന്നും വരാറില്ല. നാട്രം സൾഫ് 1 മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. 10 തൊട്ട് ഇതുവരെ പോയിട്ടില്ല. സോർണം നല്ല മെഡിസിൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹേ ഫീവർ ആനുവലി വരും. അതുപോലെ സമ്മർ അറ്റാക്സ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ വിന്റർലി അത് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോർണമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സിറ്റിംഗ് അപ്പ് അഗ്രവേഷൻ ആണ്. ആൾസാൽവൻ ആണെങ്കിൽ സിറ്റിംഗ് അപ്പ് അമിലറേഷൻ ആണ്. കിടക്കുന്നത് അഗ്രവേഷൻ ആണ്. സോർണത്തിന് ഞാൻ ഇനി അധികം പറയുന്നില്ല. ബാക്കി കഴിഞ്ഞോ? ഓക്കെ. ഏകദേശം കിട്ടും. നമുക്ക് കുഴപ്പമില്ല ഡോക്ടറെ, നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ് വെക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ. അതുപോലെ തന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു തൈറോയിഡ് OP-യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തൈറോയിഡ് OP-യിലെ എനിക്ക് തൈറോയിഡ് താല്പര്യം. ഞാൻ മനോജ് സാറിന്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു. അലർജി OP-യിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വർഷമായിട്ടേ ഉള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ തൈറോയിഡിൽ ഞാൻ 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ മനോജ് സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു തൈറോയിഡ് ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായിരുന്നേനെന്ന്. അപ്പം പറഞ്ഞു വേൾഡ് ആസ്മ ഡേയുടെ അന്ന് പിന്നെ ആസ്മ ഡേ ആയിട്ട് നമുക്ക് ആസ്മയല്ലേ പറ്റൂ. അതെ എന്തായാലും 1 വർഷം 1.5 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ള തൈറോയിഡിനെ കുറിച്ച് ഡോക്ടർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അത് കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും വരിക. എനിക്ക് എപ്പോഴേ തോന്നി രശ്മിയെ കൊണ്ടുവന്നത് മനോജ് ഡോക്ടർ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ചോദിക്കുക, എല്ലാവരും റെഡിയായിരിക്കുക. ആദ്യം തന്നെ ക്ഷണിക്കുക. മനോജ് ഡോക്ടറെ ഞാൻ ഒന്ന് കോഹോസ്റ്റ് ആക്കിയില്ല. മനോജ് ഡോക്ടറെ കോഹോസ്റ്റ് ആണ്, അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു ശൈല ഡോക്ടറെ. എന്തായാലും വളരെ നന്ദി. കാരണം രശ്മി പ്രതീക്ഷിക്കുന്ന ലെവലിൽ തന്നെ അതിന് മുകളിലൊക്കെ എത്തുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരുടെയൊക്കെ ബ്രെയിൻ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പഠിച്ചിരുന്നാൽ എനിക്കൊന്ന് ഓർഗനോ മെഡിസിനിൽ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ രശ്മിയാണെന്ന് എന്റെ ഓർമ്മ. എനിക്ക് ഓർക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അതായത് നമ്മൾ അത്ഭുതപ്പെടും അത്രത്തോളം ഈ എന്താ പറയാ ഒരു ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അല്ല പഠിക്കുന്നതിൽ അതുപോലെ ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു ബ്രെയിനാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹോമിയോപ്പതി ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആകേണ്ടതുണ്ട്. ഒരുപാട് കാര്യം പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അറ്റൻഷൻ ഡൈവേഴ്സ് ഒരുപാടുണ്ട്. പ്രൊഫഷണൽ അങ്ങനെ പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡോക്ടറല്ല അങ്ങനെ ഓരോ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ രശ്മി പറഞ്ഞല്ലോ തൈറോയ്ഡ് OP തന്നെ ഇരുന്ന ആൾ കുറച്ച് കോൺസെൻട്രേഷൻ ആയിരുന്നു. പക്ഷെ എന്ത് പറ്റി? OP മാറി. ഇതൊക്കെ ഒരുപാട് എന്തോ ആന്റിജനിക് ഷിഫ്റ്റും ഡ്രിഫ്റ്റും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ടോപ്പിനെ കുറിച്ച് പറയാനുള്ളതിൽ ഏറ്റവും പ്രധാനം ഒന്ന് നമ്മൾ ചോദിക്കുമ്പം ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് തൈറോയിഡ് ഡിസീസിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ അസുഖം ഉണ്ടാകാം. പിന്നെ വേറൊരു കാര്യം ഈ ആസ്മ അല്ലെ ട്യൂബർക്ലോസിസ്, ഈ 2 അസുഖങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അസുഖങ്ങൾ വരാൻ ആ മകൾക്ക് അല്ലെ കുട്ടികൾക്ക് ഈ അസുഖം വരാൻ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ അപ്പൂപ്പൻ അമ്മൂമ്മ അവർക്ക് ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഒരു തലമുറ കാണുന്നത് തൊട്ട് അടുത്ത തലമുറ കാണും. അത് ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ അത്തരം കേസുകൾ നമ്മൾ ഡയറ്റ് കുറച്ച് ശ്രദ്ധിക്കണം. നമുക്കറിയില്ല ആന്റിസൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ സൈക്കോസിസ് ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് പലപ്പോഴും ശ്വാസം മുട്ടിലേക്ക്. അപ്പോൾ കൂടുതൽ വാട്ടർ കണ്ടന്റ് കൂടിയ ഭക്ഷണങ്ങൾ, പഴങ്ങൾ ഒഴിവാക്കുക.
പ്രത്യേകിച്ച് ഈ വാട്ടർമെലൺ, തണ്ണിമത്തൻ പോലുള്ള സാധനങ്ങൾ, നാരങ്ങ വെള്ളം, ഇതൊക്കെ വളരെ പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയ മെഡിസിൻസ് ഒന്ന് സൈലീഷ്യയാണ്, സൈലീഷ്യ പൾസാറ്റില. പിന്നെ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആഴ്സനിക് ആൽബം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ ഈ നമ്മുടെ അമോണിയം കാർബ്, ഏർലി മോർണിംഗ് സ്നീസിംഗ് ഒക്കെ വന്നിട്ട് ഉണ്ടാവുന്നത് അമോണിയം എനിക്ക് വിട്ടുപോയതാണ് സർ. അമോണിയം ഉണ്ട്, അമോണിയം. ഉണ്ട്. പിന്നെ എന്റെ ബ്രോമിയം. മോക്ക് ഞാൻ അമോണിയം കൊടുക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഏർലി മോർണിംഗ് പ്രശ്നത്തിൽ. അതെ. പിന്നെ ഈ ബ്രോമിയം കുട്ടികളെ വിട്ടുപോയി. സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം തൂജ, നേട്രോസൾഫ്. ഇത് രണ്ടും അതിന്റെ ആ വേര് പിഴുത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ വേറെ ശ്രദ്ധിക്കാനുള്ള, ഈ തലയിൽ പല ഷാമ്പു തേക്കുക, താളി തേക്കുകയൊക്കെ ചെയ്യും. ഈ ശ്വാസം മുട്ടുള്ള ആൾക്കാർ അത് കുഴപ്പം ചെയ്യും. അതുപോലെ മൂൺ ഫേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കറുത്തവോ വെളുത്തവോ ദിവസങ്ങളിൽ അല്പം കെയർഫുൾ ആകാൻ അവരോട് പറയുക. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ മെഡിസിൻ പലപ്പോഴും പറ്റുന്ന ഈ പേഷ്യന്റ് അലോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമല്ലോ, അപ്പൊ ആ ഒരു രീതി വെച്ചിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് വെള്ളം കുടിക്കും. തീർച്ചയായിട്ടും അഗ്രവേഷൻ ഉണ്ടാവും. അപ്പം ഈ അറ്റനുവേഷൻ, മെഡിസിന്റെ അറ്റനുവേഷൻ, പൊട്ടൻസി പോലെ തന്നെ അറ്റനുവേഷൻ പ്രധാനമാണ്. അതുപോലെ തന്നെ റെപ്പറ്റീഷൻ. പിന്നെ ഈ ഇതുണ്ടല്ല, മെഡിസിന്റെ റിലേഷൻ, ഒരു മെഡിസിൻ കഴിഞ്ഞിട്ട് അടുത്ത ഏത് വരണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാക്കിയാൽ കുറെ കൂടെ നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ അണ്ടർ യൂട്ടിലൈസ്ഡ് ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നോർമലി എങ്കിലും യൂട്ടിലൈസ്ഡ് ആക്കുക. വളരെ നന്നായിട്ടുണ്ട്, മിടുക്കിയാണ്, ഇനിയും വരണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഡിസയർ ഓറഞ്ചസ് അങ്ങനെ ഒരു കേസ് വന്നായിരുന്നു ഒരു കുട്ടിയുടെ. അത് ഞാൻ മെഡോറിന്, എനിക്ക് പണ്ടെങ്ങാണ്ട് ആരോ പറഞ്ഞ ഒരു ഓർമ്മയിൽ മെഡോറിന് ഉണ്ടായിരുന്നു. പക്ഷെ മെഡോറിന് കൊടുത്തു, അത് ഇച്ചിരി റിലീഫ് കിട്ടിയായിരുന്നു കേസ്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക് സിംറ്റം, പക്ഷെ അത് വെച്ച് കൊടുക്കുമ്പം എത്ര നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ നമ്മൾ ചെറിയ മറ്റേ അല്ലാതെ 200 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത റിലീഫ് കിട്ടാത്ത കേസിനും ഇതുപോലെ 1-2 ക്യാരക്ടറിസ്റ്റിക് സിംറ്റം വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നല്ല റിലീഫ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി തന്നെയാണ് ഞാൻ എപ്പോഴും പോകുന്നത്. ഞാൻ ടിഷ്യൂ റെമഡി കൊടുക്കില്ല ഞാൻ പറയുന്നില്ല, ടിഷ്യൂ റെമഡി ഞാൻ കൂടെ കൊടുക്കാറുണ്ട്. പക്ഷെ ഹൈ പൊട്ടൻസി റെമഡി ഞാൻ ഒന്നേ കൊടുക്കാറ്. അല്ലെ, എപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, അതുപോലെ തന്നെ ഈ കൺകോമിറ്റൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ ബേസിക്സ് ആണ് സത്യം. അതിൽ ചികിത്സിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ടിഞ്ചേഴ്സ് ഞാൻ കൊടുക്കാറുണ്ട്. ടിഞ്ചേഴ്സ് കൊടുക്കില്ല ഞാൻ പറയില്ല. അക്യൂട്ട് സ്റ്റേജ് വരുമ്പോൾ ടിഞ്ചേഴ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. അവരെ ഈ അല്ല, ഒരുപാട് അത് അലോപ്പതി ഒരു പരിധി വരെ നമ്മുടെ ഈ പറയുന്ന പോളിഷ്ഡ് ആക്കാത്തുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഫോസ്ഫോറിക് ആസിഡ് കൊടുത്തു, ഇത്ര 120 ഉണ്ടായിരുന്ന താഴെ വന്ന് എങ്ങനെ വന്നത്? അപ്പൊ നമ്മള് കുറെ കൂടെ റിഫൈൻഡ് ആകുക എന്നുള്ളതാണ്. മെഡിസിനെ ടച്ച് ചെയ്താൽ നമ്മൾ അത് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് അതെ, മെഡിസിൻ അതെ. കിട്ടാതെ നമ്മുടെ പ്രശ്നമാണ്. അതെ, അത്ര എളുപ്പമല്ല. അതെ. ഓക്കെ. അതെ. ഓക്കെ മനോജ് ഡോക്ടറെ, അപ്പൊ ഇനി ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ അനിൽകുമാറാണ്. ഓ ഇവിടെ കാണുന്നില്ലല്ലേ? വന്നു, കണ്ട്. കാണുന്നില്ല. പറഞ്ഞോളൂ ഡോക്ടർ. പറയാലോ? ആ ഡോക്ടറെ ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് വന്ന് എന്ത് ചെയ്യും? കേട്ടോ? കേട്ടില്ല. സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് ആ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രശ്നമാണ്. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല സത്യം പറഞ്ഞ. ഞാൻ അത്രയും ഒരു സിവിയർ കേസ് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ കേസ് ഈ നല്ല റിലീഫ് ആയിരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ദിവസം നല്ല റിലീഫ് വന്ന ദിവസം ആ കുട്ടി ആ ഉത്സവത്തിന് പോയി. അതൊരു ഏകദേശം ഒരു നല്ല കൂടുതലായിട്ട് വന്ന കേസാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മെഡിസിൻ ഞാൻ കുറെ കൊടുത്തു. നേരത്തെ പ്രീവിയസ്ലി പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ കൊടുത്തു. എന്ത് കൊടുത്തിട്ട് ശരിയായില്ല. അതങ്ങനെ ഓക്സിജൻ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ അല്ല പോയത്. ഡോക്ടറെ, അതിലെ ഇപ്പൊ നമുക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ നോക്കി കഴിഞ്ഞാൽ കുറവായിരിക്കും, അതെ എല്ലാ അതെ. കേസിലും കുറവായിരിക്കും. അപ്പൊ അത് അവരോടെ നമ്മളെ വരട്ടും. അത് ഞാൻ അങ്ങ് അത് പറയാൻ ഡോക്ടർ പോയില്ല. ചിന്തിച്ചാൽ മതി. അത് വലിയ അതെ. കാര്യമൊന്നുമില്ല. അത് കഴിയുമ്പോൾ തിരിച്ചു കയറിക്കോളും. അപ്പൊ ഞാൻ അവര് ഓക്സിജൻ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയായിട്ട് അങ്ങ് പോകും. അതെ. അവര് പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് ആണെന്നും കൂടെ പറയുമ്പോ പിന്നെ ഭയങ്കര പ്രശ്നം, നമുക്ക് പറ്റൂല. ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ പിന്നെ ഇതില് അവർ അത്രയും എന്റെ അടുത്ത് എനിക്കൊരു കാര്യമായിട്ട് സജഷൻ ഉള്ളത്, ഇതിപ്പോ നമ്മള് ഇപ്പൊ ഡോക്ടറെ ഇപ്പൊ തുമ്മലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവെന്റീവ് ആയിട്ട് കുറച്ച് മെഡിസിൻസ്, അതായത് നാട്രോസൾഫ്, ആഴ്സൈഡ്, ഇങ്ങനത്തെയൊക്കെ ലോവർ പൊട്ടൻസി കൊടുത്തിട്ട് ഇതിനൊരു പ്രത്യേക മെഡിസിൻ ഞാൻ കണ്ടെത്തി. അതായത് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തന്നെയാണ്, കോട്രിപ്പോൾ 1.
അത് ഞാൻ ഇതുവരെ ഒരു 15 ദിവസം കൂടുമ്പം 1-2 ഡോസ് കൊടുത്തു കഴിയുമ്പം എനിക്ക് കിട്ടിയ അനുഭവം അത് നമ്മുടെ ദേവരാജൻ ഡോക്ടറുടെ സിസ്റ്റർ ഡോക്ടർ വാസന്തി എന്റെ ഒരു ക്ലാസ്സിൽ കിട്ടിയതാണ്. കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, ഒരു 2-3 ഡോസ് കഴിയുമ്പോൾ ഇത് അവിടെ വെച്ച് അറസ്റ്റ് ആവും. അനിൽകുമാർ ഡോക്ടറെ, അപ്പൊ അതൊരു പുതിയ അറിവാണ്. പുതിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര തീർച്ചയായിട്ടും അനിൽകുമാർ ഡോക്ടറെ നമ്മുടെ സെന്റ് ജോർജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഷഫീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ഓരോ മിനിറ്റ് എടുത്ത് ഷഫീഖ് ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണം. ശരി, കേൾക്കാം. നമ്മളെ ഈ ആസ്മ പേഷ്യൻസ് റിലീഫ് പറയുന്ന പോസ്റ്റർ നോക്കിയിട്ട് മരുന്ന്, അതായത് നീച്ചസ്റ്റ് പൊസിഷനിൽ റിലീഫ് കിട്ടുന്നത്. പല കുട്ടികളും അലോപ്പതി വർഷങ്ങളായിട്ട് കൊടുത്തിട്ട് കുറഞ്ഞ പറഞ്ഞു വന്നിട്ട് അവർ പറയാറുണ്ട്, ഡോക്ടറെ ശ്വാസം മുട്ട് വരുമ്പോൾ ബെഡിൽ കിടത്തി കഴിഞ്ഞാൽ അത് നേരെ മുസ്ലിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കിടക്കും പോലെ എണീറ്റ് കിടക്കും. അങ്ങനെയുള്ള കേസ് വർഷങ്ങളായിട്ട് ആസ്മയ്ക്ക് അലോപ്പതി കൊടുത്തിട്ട് കുറയാത്ത ബെഡോറിനം ഹയർ പൊട്ടൻസി കൊടുത്ത് ആ കുട്ടിക്ക് പിന്നെ ശ്വാസം മുട്ടേ വന്നിട്ടില്ല. അതുപോലെ ഈ പൊസിഷൻ, അതായത് ആഴ്സാൾബിന് ശ്വാസം മുട്ട് കൂടുമ്പോൾ എണീറ്റ് മുമ്പോട്ട് കുനിഞ്ഞിരിക്കും. പിന്നെ സ്വർണ്ണമാണെങ്കിൽ കിടക്കുമ്പോൾ കൈയും കാലും ഒക്കെ നല്ല സ്ട്രെച്ച് ചെയ്ത് ഫ്രീ ആയിട്ട് അങ്ങനെ കിടക്കുന്നത്, ഇത് സ്വർണത്തിന്റെ സിംറ്റം. ഇത് അങ്ങനെ വെച്ചിട്ട് പല ആസ്മ കേസുകളും നമ്മൾ വർഷങ്ങളായിട്ട് അലോപ്പതി അവരെ നെബുലൈസറും അതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മരുന്ന് കൊണ്ട് ശാശ്വതമായിട്ട് മാറിയ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ ഈ ടിഞ്ചേഴ്സ്, ബ്ലാക്ക് ടാ ടിഞ്ചർ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ഉപയോഗിക്കുമായിരുന്നു. അതിന് അഗ്രവേഷൻ ഉണ്ടാവും എന്നുള്ളത് വളരെ വളരെ കറക്റ്റാണ്. പാതിരാത്രി 2 മണിക്കൊക്കെ ശ്വാസം മുട്ട് കൂട്ടി എടുത്തോണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ ഷഫീഖ് ഡോക്ടറെ, ഇനി എന്തായാലും പോസ്ചർ നോക്കിയും നമുക്ക് ആസ്മ ചികിത്സിക്കുക എന്നുള്ളതാണ് ഷഫീഖ് ഡോക്ടർ പറഞ്ഞത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറെ അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോളൂ. സമയം വളരെ കുറവാണ്. സമയം വളരെ കുറവാണ്. ഞാൻ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നാലും ഡോക്ടറുടെ ക്ലാസ് നന്നായിരുന്നു. ആസ്മ എന്ന് പറയുന്നത് ഒരു ടഫാണ് അത്, പക്ഷേ ആസ്മ ചികിത്സിക്കാൻ രസമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഡോക്ടർ പറഞ്ഞില്ലേ ഒരു കുട്ടിക്ക് ആസ്മ കൂടി ഓക്സിജൻ കിട്ടിയില്ല കൊണ്ടുപോയി. ഡോക്ടറെ, ആസ്മ ഉള്ള സമയത്ത് ആസ്തമാറ്റിക് പേഷ്യൻസിന് നെവർ ഗീവ് ആഴ്സനിക് ആൽറ്റനം, ഗീവ് ഓൺലി 30. ഡോക്ടർ മൈൻഡ് ചെയ്തു. അത് സാർ ഞാൻ ആഴ്സാൽബം നേരത്തെ കൊടുത്തതാണ്, പക്ഷെ അക്യൂട്ടായിട്ട് വന്നപ്പോ ഞാൻ ആന്റിമിറ്റാപ്റ്റാ കൊടുത്തത്. ആഴ്സനിക് ആൽബം ഹൈപ്പൊട്ടൻസി ഭയങ്കര അഗ്രവേഷൻ ആണ്. അലോപ്പതിക്കാരുടെയൊക്കെ ചെന്നാൽ പോലും കുറയത്തില്ല, ആഴ്സനിക് ആൽബം. അതേസമയം അറ്റ് ദ സെയിം ടൈം ഈ ആദ്യമുള്ള സോറിക് സിംറ്റംസ് ഉണ്ടല്ലോ, ഈ ആസ്മയ്ക്ക് 3 സ്റ്റേജ് ഉണ്ട് ഡോക്ടറെ. ഹോമിയോപ്പതിക്കലി അതായത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സോറിക് സ്റ്റേജ് ആണ്, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സൈക്കോട്ടിക് സ്റ്റേജ് ആണ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിഫിലിറ്റിക് സ്റ്റേജ് ആണ്. അത് COPD ഒക്കെ ആയിട്ട് വരും. ഇത് ഈ തടിപ്പുണ്ടാകുന്ന ബ്രോങ്കിയോൾസില് തടിപ്പുണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൈക്കോട്ടിക് സ്റ്റേജ്. ആദ്യം ഡോക്ടർ പറഞ്ഞ ഈ സ്നീസിങ്, കണ്ണിയുറിച്ചില്, മൂക്കിയുറിച്ചില് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് സോറിക് സിംറ്റംസ്. ഈ സോറിക് സിംറ്റംസിന് നമുക്ക് ആഴ്സനിക് ആൽബം ഹൈപ്പർട്ടൻസി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് സൈക്കോട്ടിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും. അപ്പം ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് സൈക്കോട്ടിക് റെമഡിയെ കുറിച്ച് വേണം ചിന്തിക്കാൻ. പ്രൊവൈഡഡ് ഡോക്ടർ പറഞ്ഞില്ലേ ഈ തെർമൽ റിയാക്ഷനും കോൺസ്റ്റിറ്റ്യൂഷനും, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും മുഖ്യമായ കാര്യം. അത് കൊടുത്തുകൊണ്ട് എക്സാസർബേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ ഇത് കൊടുക്കുക, ഈ അക്യൂട്ട് റെമഡീസ് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, സ്റ്റാറ്റസ് ആസ്തമാറ്റിക്കസിന് ചെയ്യാനുള്ള ഒരു മുഖ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹോമിയോപ്പതിക്കലി ഞാൻ ഈ മെഡിസിന്റെ കുറെ ടിഞ്ചേഴ്സിന്റെ കാര്യം പറയുന്നില്ല, ഒരു 4-5 ടിഞ്ചേഴ്സ് ഉണ്ട്. ഈ ടിഞ്ചേഴ്സ് എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഈ പുട്ടുകൂടത്തിനകത്തോ എന്തെങ്കിലും കുറച്ചൊഴിച്ചിട്ട് കുറച്ച് ഡ്രോപ്പ് 10-30 തുള്ളി ഇട്ടിച്ചിട്ട് ആസ്പിഡോസ്പെർമയൊക്കെ ഭയങ്കര ആക്ഷനാണ്. ആസ്പിഡോസ്പെർമയൊക്കെ അത് ആവി കൊടുക്കണം. ആവി കൊടുക്കുകയാണെങ്കിൽ അത് കുറയും. ഞാൻ നിർത്തുക, ഇതൊരു വലിയ സബ്ജക്റ്റ് ആയത്. ഞാൻ എന്നാലും ഡോക്ടറെ
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതെ, എന്തായാലും ഈ ടീച്ചർ ഇനിയും പറയാനുണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഈ സമയം. പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ അതിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ രശ്മിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടറെ. സർവീസിൽ കയറിയപ്പം മുതൽ പരിചയമുള്ള രശ്മി ഡോക്ടറെ ഈ IFEHന്റെ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടക്കം തന്നെ വളരെ ഭംഗിയായി വളരെ ശാന്തമായി ക്ലാസ് എടുത്ത രശ്മി ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് ഇതിൽ നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്ന് അപേക്ഷിക്കുകയും കൂടിയാണ്. അതുപോലെ ഈ ക്ലാസ്സിന്റെ മോഡറേറ്റർ ശൈല ഡോക്ടർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, നന്ദി. വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നല്ല നല്ല ക്ലാസ്സുമായിട്ട് വരണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി എനിക്ക് മറിയാമ്മ മാഡത്തിന് ഡോക്ടർ. നല്ല പരിചയമുണ്ട്. ഞാൻ മാഡത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുമായിരുന്നു തിരുവല്ലത്ത്. അതാ മാഡത്തിനെ കണ്ടതിൽ സന്തോഷമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷം. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ആദ്യമായിട്ട് IFPSൽ വന്ന രശ്മി ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.